അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധനദിന നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോയി ജോൺ അവറുകളാണ്. അമേരിക്കയിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ പ്രേക്ഷകരോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കിടുന്നു. അസാധാരണമായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ അരോമ ടി വി പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഈ സാക്ഷ്യം നിങ്ങളെല്ലാവരും ആദ്യ അവസാനം കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് കേൾക്കുവാൻ പറയുകയും ചെയ്യണം. കാരണം അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് തൊട്ട് സംസാരിക്കുന്ന അനേക രോഗസൗഖ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ മുഖാന്തരമായി തീരുന്ന ഒരു ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ വിവരം അറിയിച്ചാൽ ഞങ്ങൾ വിശേഷാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോയി ജോൺ അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഈ അരോമ ടി വിയിൽ വന്ന് എൻ്റെ കർത്താവായ യേശുവിനെ സാക്ഷിപ്പാൻ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് കർത്താവിനെ മഹത്വം കരയറ്റുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജോയി ജോൺ. എൻ്റെ വൈഫിൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പൊന്നമ്മ, ഒഫീഷ്യൽ നെയിം ഏലിയാമ്മ ജോൺ. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നു. മൂത്ത മോള് കുടുംബമായിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് ഡിട്രോയിറ്റിൽ താമസിക്കുന്നു. ഇളയ മോള്, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഇളയ മകള് കല്യാണം കഴിച്ച് അവർ ടെക്സാസിലായിരിക്കുന്നു. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ നാട്ടിലെ വീട് ആഞ്ഞിലിത്താനം കവിയൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ വൈഫ് മല്ലപ്പള്ളി ആനിക്കാട് എന്ന സ്ഥലത്താണ്. എൻ്റെ വൈഫ് യാക്കോബയിൽ ജനിച്ചു വളർന്ന ഒരു കർത്താവിൻ്റെ ദാസ്യ. ഞാൻ മർത്തോമായിൽ ജനിച്ചു വളർന്ന് മർത്തോമായിൽ നിന്നും ഞങ്ങളുടെ പേരൻസൊക്കെ ഒരു സമയത്ത് ഇവാഞ്ചലിക്കൽ സഭ വന്നപ്പം ഞങ്ങൾ ഇവാഞ്ചലിക്കൽ സഭയിൽ പോയി. അങ്ങനെ ഇവാഞ്ചലിക്കൽ സഭയിൽ ഞങ്ങളായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇവാഞ്ചലിക്കൽ ഉപദേശി ഒരു വീട്ടിൽ നടത്താം പ്രാർത്ഥനാ യോഗത്തിലാണ് ഞാൻ കർത്താവിൻ്റെ രക്ഷിതമായിട്ട് സ്വീകരിച്ചത്. അങ്ങനെ ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ കാലയളവിൽ ഞങ്ങളുടെ വളർച്ചയുടെ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ആരും തന്നെ പെന്തക്കോസ് അനുഭവത്തിലുള്ള ആരും തന്നെ ഇല്ല. എന്നാൽ ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ മാതാവ് കവിയൂർ പ്രദേശത്തുള്ള മർത്തോമ CSIയിലുള്ള പല ഉപദേശിമാരൊക്കെ നടത്തുന്ന ഒരു ഉണർവ് യോഗം കവിയൂർ പ്രദേശത്തെ എല്ലാ വെള്ളിയാഴ്ചയുമുണ്ട്. പല ദൈവദാസന്മാരും വന്ന് കൃപാവരങ്ങളുടെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ ചൂട്ടും കെട്ടി രാത്രി കൊണ്ടുപോയി മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കാനോച്ചനും ഒക്കെ വിശ്വാസം വരുന്ന സമയത്ത് ആഞ്ഞിലിത്താനം IPC വന്ന് വചനം ശുശ്രൂഷിക്കുന്ന, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള പല ആശാര്യോപദേശി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആ ദേശത്ത് വന്ന് സുവിശേഷം അറിയിക്കുന്ന സന്ദർഭങ്ങൾ ഇവിടെ ഒക്കെ ഞങ്ങൾ പോയി സുവിശേഷം കേൾക്കാനും വചനം കേൾക്കാനും ഒക്കെ അങ്ങനെ അവസരം തന്നിട്ടുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചത് കവിയൂരുള്ള NSS ഹൈസ്കൂളിലാണ്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ തുരുത്തിക്കാട്ടിൽ BAM കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എന്നെ എൻ്റെ മൂത്ത സഹോദരന് UP കൊണ്ടുപോയി. UP മസൂരി എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചുനാൾ പോയി താമസിച്ചപ്പം അവിടെ നിന്നും എനിക്ക് ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുവാനായിട്ട് എനിക്ക് പഞ്ചാബിൽ ഫിറോസ്പൂർ എന്നുള്ള സ്ഥലത്ത് ഫ്രാൻസിസ് ന്യൂട്ടൺ ഹോസ്പിറ്റൽ, ഒരു മിഷൻ ഹോസ്പിറ്റലുണ്ട് പഞ്ചാബിൻ്റെ പാകിസ്ഥാൻ്റെ ബോർഡറായിട്ടുള്ള സ്ഥലത്ത്. ആ സ്ഥലത്ത് 1970 അവിടെ പോയി 70-71 ആ പീരീഡ് അവിടെ പോയി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ ഇൻഡോ പാക് യുദ്ധം ഉണ്ടായി.
രാജ്ക്ക് രാമാനും ഞങ്ങൾ ട്രെയിനിന്റെ പുറത്തൊക്കെ കയറിയിരുന്ന് തിരിച്ച് ഡെറാഡൂണിൽ വന്ന് ബസ്സിനൊക്കെ പോയി. പിന്നെ യുദ്ധം കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോയി ഫിറോസ്പൂരിൽ എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്തു. അവിടെ ആയിരിക്കുമ്പം വാസ്തവത്തിൽ 2-3 അവിടെ നേഴ്സിംഗ് ഇന്ന് പഠിക്കുന്ന ഒരുപാട് മലയാളി നേഴ്സസ് സ്റ്റുഡൻസ് ഉണ്ട്. ഞാനും വേറെ 2 പേരും മാത്രമേ അവിടെ മലയാളികളായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചാപ്പലിലൊരു ചെറിയ ബൈബിൾ ക്ലാസ്സും ആരാധനയും ഒക്കെ സാറ്റർഡേ ഈവനിങ്ങിലൊക്കെ സമയത്ത് തുടങ്ങി. അവിടെയുള്ള ലെപ്രസി കോളനിലൊക്കെ അവിടെയുള്ള ചില യുവാഞ്ചലിസ്റ്റുമായിട്ടൊക്കെ പോയി സാറ്റർഡേ പോയി അവരുടെ കൂടെയൊക്കെ വർഷിപ്പൊക്കെ നടത്തി. അങ്ങനെയുള്ള ഒരു ചെറിയ നാട്ടിൽ നിന്നും എനിക്ക് ലഭിച്ച സുവിശേഷ താല്പര്യം ആ പ്രദേശത്തും പോയി കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് അന്നൊക്കെ ചെറിയ മേഖലകൾ അന്നത്തെ അറിവും പരിജ്ഞാനവും അനുസരിച്ചൊക്കെ അവിടെ എങ്ങും ആരും ഇല്ലാത്ത സന്ദർഭത്തിൽ അവിടെ ഒരു സാറ്റർഡേ വൈകിട്ട് പ്രയറൊക്കെ തുടങ്ങി. അനേക നേഴ്സസ് ഒക്കെ വന്ന് യേശുവിനെ അറിയുവാനൊക്കെ കാരണമായി തീർന്നു. അവിടുന്ന് ഞാൻ എൻ്റെ ലാബിൻ്റെ വീണ്ടും പഠിത്തത്തിനായിട്ട് ഞാൻ CMC ലുധിയാനയിൽ പോയി. ലുധിയാനയിൽ ചെന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഡോക്ടർ നമ്പൂതിരിപ്പാടിന്റെ ടീമിലെ സാറ്റർഡേ ഉച്ച കഴിഞ്ഞ് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ട്. ഒരു 2 വാൻ നിറച്ച് ഓരോ വില്ലേജുകളിൽ പോയി ഓപ്പൺ എയർ മീറ്റിംഗ് അവിടുത്തെ സുവിശേഷ പ്രതികൾ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വീടുകളിലൊക്കെ പോയി സന്ദർശിക്കുന്ന. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ടീമിന്റെ കൂടെ ഞങ്ങൾ പല ഇടങ്ങളിൽ ഓപ്പൺ എയറിംഗ് മീറ്റിങ്ങിന് പോയി. ഞാൻ അങ്ങനെ ബ്രദറൻ ചർച്ചുമായിട്ട് കണക്റ്റഡ് ആയി. ഞാൻ അവിടുത്തെ ബ്രദറൻ അസംബ്ലി പോകാൻ തുടങ്ങി. അവിടുത്തെ ബ്രദറൻ പഞ്ചാബിലുള്ള ബ്രദറൻ അസംബ്ലിയിൽ ഞാൻ സ്നാനമേറ്റൊരു വ്യക്തിയാണ്. 1974 അങ്ങനെ സ്നാനമേറ്റ് അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തോ ആരാധനയിൽ എനിക്ക് മിസ്സാകുന്നു. എന്തോ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു മണ്ഡലം വന്ന് ഞാൻ അവിടെ ആ ലുധിയാന പട്ടണങ്ങളിൽ അങ്ങനെ പെന്തക്കോസ് ചർച്ചുകളൊരു CPM ചർച്ചുണ്ട്. അല്ലാതെ ഭവനത്തിൽ കൂടുന്ന 1-2 ചെറിയ ഗ്രൂപ്പേ ഉള്ളൂ. ഞാൻ 1 പ്രാവശ്യം CPM ചർച്ചിൽ ആരാധന കാണാൻ വേണ്ടി പോയ സന്ദർഭങ്ങളുണ്ട്. അവിടെ ആരാധന വലിയ ശബ്ദത്തോടെ പാടുകയും ആരാധിക്കുകയും അന്യഭാഷയൊക്കെ പറയുമ്പോൾ ഇത്രയും ശബ്ദമുയർത്തി ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിന് നമ്മുടെ ശബ്ദം കേൾക്കാമല്ലോ, മനസ്സിലാക്കാമല്ലോ, എന്തിനാ അവന് ഒത്തിരി വെക്കുന്നത്? അങ്ങനെ 1-2 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ ആത്മനിറവിലുള്ള ആരാധന ഉണ്ടെങ്കിൽ, അന്യഭാഷയിലുള്ള ആരാധന ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആരാധന ഉണ്ടെങ്കിൽ എനിക്കും അത് തരണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞ് അവിടെയുള്ള പല രീതിയിൽ മെഡിക്കൽ കോളേജിൽ ആ ബ്രദറിൽ സ്നാനപ്പെട്ടെങ്കിലും നമ്മൾ മർത്തോമ CSLൊക്കെ ജനിച്ചു വളർന്ന ഉണർവൊക്കെ ചെറുപ്പകാലത്ത് കണ്ട ഒരു ആത്മതീഷ്ണത ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ചാപ്പലിൽ ഞങ്ങൾക്ക് 1-2 പേര് കൂടി ഞങ്ങൾ സൺഡേയിൽ വല്ലപ്പോഴൊക്കെ സർവീസ് തുടങ്ങി. അവിടെയുള്ള മെഡിക്കൽ കോളേജ് ചാപ്പലിലെ പല ദൈവദാസന്മാരെ കൊണ്ടുവന്ന് ഇപ്പം കാശ്മീരിൽ നേരത്തെ ഉണ്ടായിരുന്ന പാസ്റ്റർ PM തോമസ് ഒക്കെ ഞങ്ങളുടെ പല പ്രാവശ്യം താമസിച്ച് അദ്ദേഹം വാസ്തവത്തിൽ ഞങ്ങളുടെ അവിടെ വന്ന് താമസിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ ഇരുന്ന് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന പാട്ടൊക്കെ രചിച്ചെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ അവിടെ മിഷണറീസും പാസ്റ്റേഴ്സും ഒക്കെ വരുന്നവർക്ക് ഗസ്റ്റ് റൂമുണ്ട്. അത് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ അങ്ങനെ വരുന്നവരെ അവിടെയുള്ള വാർഡനുമായിട്ട് കണക്ട് ചെയ്ത് അവരെ അവിടെ താമസിപ്പിച്ച് അങ്ങനെ പലരുമായിട്ട് കണക്ട് ചെയ്യുവാനും, കൂടാതെ ഞങ്ങൾ ആ സമയത്തൊക്കെ ലുധിയാനയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഞാനും അവിടെയുള്ള വേറെ 1-2 ബ്രദേഴ്സ് കൂടി ട്രാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ നടന്ന് അവിടെ ഈവനിങ്ങിലെല്ലാം ട്രാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മടങ്ങി വരുന്ന ഒരു സുവിശേഷ തീഷ്ണത ആ സമയത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ മുറി മുഴുവൻ ഞാൻ ട്രാക്സ് ഓർഡർ ചെയ്ത് അങ്ങനെ മറ്റുള്ളവരുടെ സുവിശേഷം പറയാനൊരു വലിയ താല്പര്യം അന്നും മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ അവിടെ ഒരു ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു BTHന്റെ ഒരു എക്സ്റ്റൻഷൻ ക്ലാസ് ഒരു ദേവദാസൻ വന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിൽ എനിക്ക് കുറച്ചാൾ അവരുടെ കൂടെ അതിൽ പങ്കുചേർത്ത് പഠിക്കുവാനൊക്കെ കർത്താവ് അവസരം തന്നു. അങ്ങനെ അവിടെ എങ്കിലും ഞാൻ ഈ ബ്രദറിലും അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മിസ്സാകുന്ന, എന്തോ ഒരു കണക്ട് ചെയ്യാത്ത
കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ആഴം വരാത്ത ഒരു എന്തോ എൻ്റെ ജീവിതത്തിൽ മിസ്സാകുന്ന ഒരു അനുഭവം പോലെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു സമയത്ത് അത് കഴിഞ്ഞൊരു ഈവനിങ് നടക്കുന്ന ഒരു ഹിന്ദി ആരാധനയ്ക്കൊക്കെ പോയി പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ 76 എനിക്ക് തിരിച്ച് ഞാൻ നാട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോയപ്പം തിരുവല്ല മെഡിക്കൽ മിഷനിൽ സായിപ്പിന്റെ ആശുപത്രിയിൽ എൻ്റെ ഫാദറിനെ കൊണ്ട് ചില ടെസ്റ്റ് ചെയ്യാൻ പോയ ബന്ധത്തിൽ അവരെനിക്ക് ലാബിന്റെ സൂപ്പർവൈസറുടെ ഒരു പൊസിഷൻ ഓഫർ ചെയ്തു. ഞാൻ ലുധിയാനയിൽ വന്നിട്ട് എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് തിരുവല്ല മെഡിക്കൽ മിഷനിൽ പോയി ഞാൻ 1 വർഷം അവിടുത്തെ ലാബ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തു 1976. നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഈ സ്നാനപ്പെട്ട കാര്യമൊന്നും ഞങ്ങളുടെ പേരൻസിനോട് പറഞ്ഞില്ല. അവർ ഇവാഞ്ചലിക്കൽക്കാരാ. അന്ന് പക്ഷെ അന്ന് ആ സ്നാനത്തിന്റെ ഒക്കെ ഒരു പെട്ടെന്നുള്ളതല്ലാതെ അതിന്റെ ഡീപ്പ് ടീച്ചിങ്ങും വിഷയങ്ങളൊന്നും അന്ന് ആഴമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ തിരിച്ചു ചെന്ന ഇവാഞ്ചലിക്കല് ചർച്ചിൽ ആരാധിച്ച് അവിടെ വെച്ച് അവിടെയുള്ള ബിഷപ്പുമാരും പല അച്ഛന്മാരും ഒക്കെ എന്നെ പല മീറ്റിങ്ങുകൾക്കും കൊണ്ടുപോയി. എൻ്റെ സുവിശേഷ താല്പര്യം കൊണ്ട് എന്നെ വചനം പ്രസംഗിക്കുവാൻ വചനത്തിൽ എന്നെ പ്രോത്സാഹനം തന്ന് വളർത്തിക്കൊണ്ട് വന്ന ചർച്ചാണ് ഇവാഞ്ചലിക്കൽ ചർച്ച്. ഞാൻ 77 എൻ്റെ വൈഫ് അന്ന് നാട്ടിലെ വിസിറ്റിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ചു. 77 എൻ്റെ വൈഫ് ആ സമയത്ത് അമേരിക്കയിലായിരുന്നു. പുള്ളിക്കാരത്തി ബോംബെ JJ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിച്ച നേഴ്സായിരുന്നു. അദ്ദേഹം ഞങ്ങൾ 77 ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഇവാഞ്ചലിക്കലെ ഒരു അച്ഛനാണ് ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചത്. ഞാൻ അന്ന് ഇവാഞ്ചലിക്കൽ തന്നെയാണ്. എൻ്റെ വൈഫ് യാക്കോബയിൽ തന്നെയാണ്. നല്ല സ്ട്രോങ് ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു ഫാമിലിയാണ്. ഫാമിലിയിൽ പലരും ഇപ്പോഴും യാക്കോബയിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ച് 77 ഞാൻ അമേരിക്കയിൽ ഡിട്രോയിറ്റ് എന്ന സ്ഥലത്ത് വന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ആദ്യം പോയത് ഇവിടുത്തെയുള്ള ഒരു വലിയൊരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലാണ്. ഞാൻ പോകാനുള്ള കാരണം ബില്ലി ഗ്രാമിന്റെ ഇവാഞ്ചലിസ്റ്റിക് ടീമുമായിട്ട് നാട്ടിലുള്ള ചില അവരുടെ വർക്കും അവരുടെ ട്രാക്സും അവരുടെ മാഗസിനും ഒക്കെ എനിക്ക് വരികയും ഇത് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി, ഞാൻ ഡിട്രോയിറ്റ് വരുന്ന എനിക്ക് ആരാധിക്കാൻ ഒരു സ്ഥലം റെഫർ ചെയ്യണമെന്ന്. അങ്ങനെ ഇവിടുത്തെ ഒരു വലിയ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ഒരു പാസ്റ്റർ ഞങ്ങളെ വന്ന് വിസിറ്റ് ചെയ്ത് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. ഒരു വർഷത്തോളം ഞങ്ങൾ ആ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ആരാധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ പാസ്റ്റർ ഇവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് അവിടെ പോകാൻ ഞങ്ങൾക്ക് അത്ര തൃപ്തിയല്ലാഞ്ഞ് ഞങ്ങളിവിടെ ഡിട്രോയിലുള്ള അന്ന് ഞാൻ ആരാധനയിൽ എന്തോ മിസ്സാകുന്ന ഒരു പോയിന്റ്, എനിക്ക് എന്തോ ഒരു ആരാധനയിൽ സംതൃപ്തി ലഭിക്കാത്തത് കൊണ്ട് എനിക്ക് ആരാധന കാണുവാൻ പഠിക്കുവാൻ ഈ അമേരിക്കയിലുള്ള മറ്റ് ചർച്ചുകളൊക്കെ വിസിറ്റ് ചെയ്യുവാൻ ഒരു പ്രേരണ ആ കാലയളവിലുണ്ടായി. അങ്ങനെ ഇവിടെയുള്ള മിക്കവാറും എല്ലാ അമേരിക്കൻ ചർച്ചുകളും ആ സൺഡേ പോയി ഞാനും വൈഫ് അന്ന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളിങ്ങനെ ആരാധനയ്ക്ക് പോയി പല ആരാധനകൾ കണ്ട് അതിൻ്റെ സ്റ്റൈലും അതിൻ്റെ രീതികളും ഒക്കെ കണ്ട് ആ സമയത്ത് ഇവിടെ ഡിട്രോയിറ്റിലെ പെന്തക്കോസ്ത് സഭകളും മർത്തോമ യാക്കോബ ഒരു സഭകളും ആ സമയത്തില്ല. ഇവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ആ പ്രെയർ ഗ്രൂപ്പൊക്കെ ഞങ്ങൾ പോകും. അത് കുറച്ച് കഴിഞ്ഞ് ഇവിടെ മർത്തോമ സഭ തുടങ്ങി, ഒരു പെന്തക്കോസ്തിന്റെ ഒരു കൂടിവരവ് തുടങ്ങി. പക്ഷെ ഞാനൊന്നും പെന്തക്കോസ്തിന്റെ അനുഭവത്തിലല്ല. പക്ഷെ ഇവിടുത്തെ ബ്രദറിൻ അസംബ്ലിയിലൊക്കെ ഞാൻ നാട്ടിൽ ബ്രദറെ സ്നാനപ്പെട്ടതാണെന്നും ഞാൻ ബ്രദറിൽ ആരാധിച്ച വ്യക്തിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ബ്രദേഴ്സിലെ എൽഡേഴ്സൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഞാൻ വല്ലപ്പോഴൊക്കെ സ്പെഷ്യൽ മീറ്റിങ്ങിനും കൺവെൻഷനും ഒക്കെ അവിടെ പോകും. ഞങ്ങൾ അങ്ങനെ അവരുമായിട്ട് ഒരു കടുത്ത ബന്ധമുണ്ടെങ്കിലും എനിക്ക് ആ ആരാധനയിൽ എന്തോ ഒരു സംതൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര വലിയ താല്പര്യം കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഇവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഡിട്രോയിറ്റിന്റെ പ്രദേശത്ത് സ്റ്റാർട്ട് ചെയ്തു. ഒരു നോൺ ഡിനോമിനേഷണൽ പ്രെയർ ഗ്രൂപ്പ്. അതിൻ്റെ അകത്ത് മർത്തോമക്കാരെ, CSIക്കാരെ, ഇവാഞ്ചലിക്കാരെ, യാക്കോബക്കാരെ, കത്തോലിക്കരെ ഒക്കെ തുടങ്ങുന്ന ഒരു സാറ്റർഡേ ഈവനിങ്ങിലുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ എനിക്കന്നും ഈ ബ്രദറുകാരുടെ പല ഉപദേശത്തോടും ഞാൻ യോജിച്ച് അന്യഭാഷ ഈ കാലയളവിൽ ആവശ്യമില്ലെന്നും ഒരു കാറ് വാങ്ങിക്കുമ്പം ആ വണ്ടിയോടുകൂടെ അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ രക്ഷിക്കപ്പെടുമ്പോൾ ഈ ആത്മനിറവും അഭിഷേകവും കൃപാവരങ്ങളും എല്ലാം അതിനോടൊരു പാക്കേജായിട്ട് ലഭിക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലയളവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മോൾക്ക്
ഇവിടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ അവർക്കൊരു സ്കിന്നിന് ഒരു റാഷ് പോലെ ഉണ്ടായി. ഡോക്ടേഴ്സിനെ കാണിച്ച് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാനുള്ള ഒരു റെഫറൻസ് ഒക്കെ തന്ന് അതിന് അപ്പോയിൻമെന്റ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഒരു CSA ഭവനത്തിൽ വെച്ച് ഇങ്ങനെ ഈ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ചെവിയിൽ ആരോ എൻ്റെ മോളെ വിളിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എന്നോട് ആരോ പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാനിതിനു മുമ്പേ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെയുള്ള മീറ്റിങ്ങിലൊക്കെ പ്രത്യേകിച്ച് CMC ലുധിയാനൊക്കെ ആയിരുന്ന സന്ദർഭത്തിൽ അവിടെ ചില അമേരിക്കൻ മിഷണറീസ് ഒക്കെ വന്ന് വലിയ മിറക്കിൾ ക്രൂസൈഡൊക്കെ നടത്തുകയും അത്ഭുത രോഗസൗഖ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് എൻ്റെ മോളെ വിളിച്ച് മോടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ ആ ഭവനത്തിലെ CS മർത്തോമ, CS യാക്കോബ, അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ, പെന്തക്കോസ്തുകാർ ആരുമില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ കൈക്ക് വന്ന ആരോ അടിക്കുന്നത് പോലെ എനിക്ക് സെൻസ് ചെയ്തിട്ട് ഞാൻ ആ ഭവനത്തിൽ നിന്നുകൊണ്ട് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. എനിക്ക് നിർത്താൻ കഴിയാതെ ഞാൻ എൻ്റെ ഭവനത്തിൽ ഭക്ഷണമുണ്ട്, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അതുപോലെ ഞാൻ ഇമോഷണലായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ഒരു നിറവ് അനുഭവിച്ച് വൈഫ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് ഒരു ഞങ്ങളുടെ ലിവിങ് റൂമിൽ ഒരു പായിട്ട് രാത്രി മുഴുവനും അന്യഭാഷ പറഞ്ഞ് അത് സൺഡേയിൽ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോകാൻ പോയി ആ വീട്ടിൽ തന്നെ ഇരുന്ന് അപ്പം ഞങ്ങളുടെ കൂടെ അന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു യുവാഞ്ചലിക്കൽ നിന്ന് നാട്ടി വന്ന ഒരു ബ്രദറെ ഇവിടുത്തെ ഒരു ബ്രദറും ചർച്ചിൽ ആരാധിക്കുന്ന ഒരു സഹോദരനുണ്ട്. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരും. ആ സഹോദരൻ്റെ വൈഫിനെ എൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞു, ഇവിടെ അച്ഛൻ എന്തോ ആത്മീയ വിഷയമുണ്ടായി, പുള്ളിക്കാരത്തി ഇത് കണ്ടിട്ടില്ല. അവർ വന്നു. പുള്ളിക്കാരൻ വന്ന് പുള്ളി ഒരു ബ്രദറിന് അസംബ്ലിയിൽ പോകുന്നതുകൊണ്ട് ബ്രദറിലെ എൽഡേഴ്സിനെ എല്ലാം വിളിച്ചു പറഞ്ഞു, ഞാൻ ജോയ് ബ്രദറിന് അന്യഭാഷ പറയുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 പേരാണ് ബ്രദറിലുള്ള ഇവിടെ ഉള്ള എൽഡേഴ്സ് എല്ലാം കൂടെ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നു. എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് എൻ്റെ ഒന്നിൽ തലയുടെ ഒരു വശത്തെ ഞരമ്പ് വീക്കായതാ, അല്ലെങ്കിൽ ഇത് ദുരാത്മാവ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഡിസ്കറേജ് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിയത്തില്ല, ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി. അവരെ കുറച്ച് കാസറ്റ് ഒക്കെ എൻ്റെ തന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ കാസറ്റ് റെക്കോർഡ് ചെയ്ത് കൊടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് 1986 ഞാൻ ഈ അനുഭവം കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഇവിടെ ഒരു ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പ്രൊഫഷണൽ ലാബാണ്. നാട്ടിൽ നിന്ന് വന്ന ഇവിടെ ലാബിൻ്റെ ഫർദർ എഡ്യൂക്കേഷൻ നടത്താൻ 2-3 ഹോസ്പിറ്റലും ഇവിടുത്തെ ഡിട്രോയിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ 35 വർഷം അമേരിക്കയിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. ആ സന്ദർഭത്തിൽ ഞാൻ ജോലി ചെന്ന് ഈ അന്യഭാഷ ഭാഷണം ആത്മനിറവിലുള്ള അല്ലെങ്കിൽ ആത്മാവിലുള്ള പ്രാർത്ഥന, ഈ വാക്കുകൾ അന്ന് ജോലിയിലൊക്കെ ചെല്ലുമ്പം 24 മണിക്കൂറും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്നത് ആരോടാ വർത്താനം പറയുന്നത്, അന്ന് സെല്ലുലർ ഫോണൊന്നും വന്നിട്ടുള്ള കാലയളവല്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ ഇത് ഏകദേശം 7 ദിവസത്തോളം, ഒരു 7-8-10 ദിവസത്തോളം ഈ അനുഭവം കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് അവസരം തന്നു. എനിക്കതൊരു അന്ന് ആ അന്യഭാഷയുടെ ഈ ആത്മനിറവിൻ്റെ ഒക്കെ ആത്മീയമായ വെളിപ്പാട് അത്ര ആഴമേറിയ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഇങ്ങനൊരു അനുഭവം വന്നു. പക്ഷെ അതാണ് ഞങ്ങളുടെ ജീവിതത്തെ കംപ്ലീറ്റ് രൂപാന്തരപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ വൈഫ് സ്നാനപ്പെടുന്നത്. സ്തോത്രം. അതിനു മുമ്പ് അങ്ങനെ ഞങ്ങൾ മടങ്ങി വന്ന് ഞങ്ങൾ ഇവിടെയുള്ള ചില പെന്തക്കോസ്റ്റ് ചർച്ചുകളിലൊക്കെ ഭാഗികമായിട്ടൊക്കെ ആരാധിച്ചു. എന്നാൽ അവിടുത്തെ ഇഷ്യൂകളും പൊളിറ്റിക്സും ഒക്കെ കണ്ട് ഞങ്ങൾ മടുത്ത ഒരു അമേരിക്കൻ അസംബ്ലി സഹോദരിൽ ഞങ്ങൾ കുറച്ചാൾ ആരാധിച്ചു. അങ്ങനെ അവിടുന്ന് ഞങ്ങളൊരു വേറൊരു അമേരിക്കൻ ചർച്ചിൽ ഒരു പ്രേ ഫോർ അമേരിക്ക എന്ന് പറഞ്ഞ് പല ടീം വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചർച്ചിൽ ഞങ്ങൾ സാറ്റർഡേ മീറ്റിങ്ങിന് പങ്കെടുക്കുമ്പോൾ ആ ചർച്ച് വഴി ആ ചർച്ച് തന്നെ അവിടുത്തെ ഒരു ഒരു അസോസിയേറ്റ് പാസ്റ്ററായിട്ട് 90കളിൽ എന്നെ ഓർഡൈൻ ചെയ്തു. ആ ചർച്ചിൽ നിൽക്കുന്ന ചില സ്പിരിച്വൽ ഇഷ്യൂ പിന്നീട്
ചർച്ചിലൊരു സ്പ്ലിറ്റൊക്കെ ഉണ്ടായ കാരണമായിട്ട് ഞങ്ങൾ ചർച്ചിൽ നിന്ന് പുറത്തു വരേണ്ട ആവശ്യം വന്നു. അന്ന് ഞങ്ങൾക്ക് ആ ചർച്ചിൽ ഉച്ച കഴിഞ്ഞ ഒരു ചെറിയ മലയാളത്തിലുള്ള കൂടിയവരുണ്ടായിരുന്നു. ഈ കാലയളവൊക്കെ ഞങ്ങളുടെ ഈ പ്രെയർ ഗ്രൂപ്പ് ആയിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവ് അഭിഷേകം എൻ്റെ ജീവിതത്തിൽ തന്ന് ഞങ്ങളുടെ ഈ മർത്തോമ യാക്കോബ ഇവാഞ്ചലിക്കൽ ഇങ്ങനെയുള്ള കൂടിയവരുകളിൽ വലിയ ആത്മപ്രവൃത്തി വരുന്നവരെല്ലാം അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. മർത്തോമക്കാരും യാക്കോബക്കാരും ഒക്കെ പ്രത്യേകിച്ച് പല സഹോദരിമാരും രക്ഷിക്കപ്പെട്ട് രഹസ്യമായിട്ട് സ്നാനപ്പെട്ട് ഉള്ള പല സഹോദരിമാരൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വന്ന് കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിക്കുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭവനമൊക്കെ ഞങ്ങൾ വേറൊരു ഭവനം വാങ്ങിച്ച് അതിൻ്റെ അകത്ത് ഫർണിച്ചറൊന്നും ഇടാതെ ആ ഭവനത്തിലെ സാറ്റർഡേ ഫാസ്റ്റിംഗ് വെച്ച് ഇതുപോലുള്ള സമുദായത്തിലുള്ള അനേക പ്രത്യേകിച്ച് സഹോദരിമാരും കുഞ്ഞുങ്ങളും ഒക്കെ വന്ന് ആത്മാവിൽ ആരാധിച്ച് വലിയ സന്തോഷം പ്രാപിക്കുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ആ കാലയളവിലൊക്കെ ഞങ്ങളൊക്കെ മർത്തോമ ഇവാഞ്ചലിക്കൽ യാക്കോബ എന്നൊക്കെ വരുന്ന ഇതായതുകൊണ്ട് ഞങ്ങളെ സ്വർണ്ണം ഇടുന്ന പെന്തിക്കോസുകാരെന്ന് ഇവിടെ പല പ്രായമുള്ള അമ്മച്ചിമാരും അവരൊക്കെ ഞങ്ങളെ കളിയാക്കിയ ഒരു സന്ദർഭമുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കളിയാക്കിയവരുടെ മക്കളും മരുമക്കളും എല്ലാം ഇന്ന് സ്വർണം ഇടാത്ത കൈയും കാലും മുഖവും എല്ലാം സ്വർണ്ണമാണ്. ഞാൻ പറയാൻ വന്നതിൻ്റെ സാരം ഞങ്ങളെയൊക്കെ കളിയാക്കിയ ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന കാലയളവിലാണ് ഞങ്ങൾ ഈ കുറച്ചു പേര് ഈ ഒരു സ്നാന ശുശ്രൂഷയിലേക്ക് ഒരു അവസരം വന്ന് ഞങ്ങളുടെ ചർച്ചിലുള്ള ചില കുഞ്ഞുങ്ങളൊക്കെ ഒന്നിച്ച് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അതോടുകൂടെ മർത്തോമ യാക്കോബ എന്നൊക്കെ വന്ന പലരും അവരുടെ വരവ് നിർത്തി. ഞങ്ങൾ ഇംഗ്ലീഷ് ചർച്ച് കുറച്ചു നാൾ പോയി. അവിടെ നിന്നൊരു വിഷയം ഉണ്ടായി പുറത്തു വന്ന് ഞങ്ങൾ പല അമേരിക്കൻ ചർച്ചുകളിലൊക്കെ ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ചിലരെ നമുക്കൊരു മലയാളം ആരാധന വേണമെന്ന് പറഞ്ഞ് ആ സമയത്തൂടെ 2-3-4 പെന്തക്കോസ്ത് ചർച്ചുകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് പോകാനായിട്ടുള്ള അങ്ങനെയുള്ളൊരു ആത്മീയ ആരാധനയും ഒരു ചർച്ചകളൊന്നും ആ സമയത്ത് യഥാർത്ഥമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ പലയിടത്തെയും ഈ പൊളിറ്റിക്സിയൽ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ ഒരു വലിയ താല്പര്യമില്ലാതെ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ വൈഫൊക്കെ യാക്കോബായിരുന്നു. ഞങ്ങൾ ഇവിടുന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയി നമ്മളെ ലഭിച്ച ആത്മീയ തീഷ്ണത പോലും മറ്റ് ചർച്ചകളിൽ ലഭിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് വലിയ തീഷ്ണയില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ വീടിന്റെ ബേസ്മെന്റിൽ ഒരു സൺഡേ വർഷിപ്പ് തുടങ്ങി. ഒരു 10-20 പേര് കൂടി ഈ 2003 മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു ആരാധനയാണ് ഞങ്ങളെ പിന്നീട് ഒരു ചർച്ച് ഇവിടെയുള്ള ചർച്ച് കോഡുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ചർച്ച് കോഡ് ഓർഡിനേഷൻ എടുത്ത് ഇവിടെയുള്ള ഒരു ചർച്ച് കോഡിന്റെ ബേസ്മെന്റ് ഞങ്ങൾ കുറച്ചാൾ ഉപയോഗിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തുള്ള വേറൊരു ചർച്ചിലേക്ക് ഞങ്ങൾക്ക് വരേണ്ട ആവശ്യം വന്നു. ഞങ്ങൾ കൂടിയിരിക്കൊണ്ടിരുന്ന ആ സ്ഥലത്ത് ഞങ്ങൾക്ക് ആളുകളെ റീച്ച് ഔട്ട് ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ആയതുകൊണ്ടും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചർച്ച് കൊണ്ട് ചർച്ച് ഞങ്ങൾ മോർണിംഗിൽ 8:30 to 10:30 2 മണിക്കൂറത്തേക്ക് റെന്റിനെടുത്തവരെ വർഷിപ്പ് തുടങ്ങി. ഞങ്ങളുടെ വർഷിപ്പ് കഴിഞ്ഞിട്ട് ഒരു സൺഡേ സ്കൂളിൽ ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ്സിന് തന്നു. അന്ന് ഞങ്ങളുടെ കൂടെ ഒരു 10, 40, 50 പേരൊക്കെ ഉള്ള സന്ദർഭത്തിൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഒരു സൺഡേ സ്കൂൾ റൂമിൽ 40-50 പേര് ഇരുന്ന് ബൈബിൾ ക്ലാസ് ഒക്കെ നടത്തി. ഈ നാട്ടിൽ നിന്നും വന്ന ഒരു IPCയിലെ തൃശ്ശൂരുള്ള ഒരു ചാക്കോ പാസ്റ്റർ എൻ്റെ മോളും ഒക്കെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ആരാധിക്കാൻ വരുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന് 6 മാസം അദ്ദേഹം ബൈബിൾ ക്ലാസ് നടത്തി വെക്കുന്നുണ്ട്. ഒരു ചെറിയ മുറിയിൽ ഇരുന്നുകൊണ്ട് 40-50 സമയത്ത് 60 പേരൊക്കെ വന്ന് ഇരിക്കാൻ സ്ഥലമില്ലാതെ പുറത്ത് ചെയറൊക്കെ ഇട്ട് മറ്റടുത്ത് ഇംഗ്ലീഷ് സർവീസ് എടുക്കും. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒക്കെ ഈ ആരാധനയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി ഓടി ഈ അമേരിക്കൻ പ്രായമുള്ള അമ്മച്ചിമാരെയും അപ്പച്ചന്മാരുടെയും ഒക്കെ കാലിട്ടൊന്ന് ഓടുകയും അവരെ ഡിസ്റ്റർബൻസ് ഉണ്ടായി. അമേരിക്കൻ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ആ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇനിയും ആരാധിക്കാൻ പറ്റത്തില്ല, വേറെ സ്ഥലം കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ഞങ്ങളെ ചർച്ചിൽ നിന്ന് വിട്ടുപോകണമെന്ന് പലപ്പോഴും പറഞ്ഞ ആ ചർച്ചിൽ കുറച്ചു നാൾ കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ റിസൈൻ ചെയ്തു പോവുകയും അവിടെയുള്ള അമേരിക്കൻ ചർച്ചും ഞങ്ങളുടെ ചർച്ചും കൂടെ മെർജ് ചെയ്ത് എന്നെ ആ ചർച്ചിന്റെ പാസ്റ്ററാക്കി. ആ ചർച്ചിലെ ഒരു പാസ്റ്ററായി വരുവാൻ കർത്താവ്
അങ്ങനെ 2011 ഇങ്ങനെ രണ്ട് ചർച്ചകൾ ഒന്നിച്ച് ഒരു മിനിസ്ട്രി വന്ന് ഈ ഡിറ്റോയിലുള്ള ഒരു മാന്യമായ ചർച്ചായിട്ട് വളരുവാൻ കർത്താവ് ആ കാലയളവിൽ ഞങ്ങൾക്ക് ഇടയാക്കി. ഞാൻ ഈ മിനിസ്ട്രി വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ സുവിശേഷ താല്പര്യം കൊണ്ട് എൻ്റെ ജോലിയിലുള്ള വെക്കേഷനെല്ലാം ഞാൻ കളക്ട് ചെയ്ത് എല്ലാ വർഷവും മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 1.5 വർഷം നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ദൈവോചന ശുശ്രൂഷ യുവാഞ്ചലിസ്റ്റായിട്ട് യാത്ര ചെയ്ത മേഖലകളൊക്കെ ഉണ്ട്. ഒരു സന്ദർഭത്തിൽ ഞാനും ന്യൂയോർക്കിലുള്ള ഒരു ദേവാസനം കൂടെ 1 മാസത്തെ അവധിയെടുത്ത് പഞ്ചാബ്, ഹരിയാന, കാശ്മീർ, ഹിമാചൽ ആ ഏരിയയിലൊക്കെ ഒന്നിച്ചു പോയി സുവിശേഷം പറഞ്ഞ് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരാനും അനേകരോട് ഈ സത്യസുവിശേഷം പറയുവാൻ അങ്ങനെയുള്ള പിന്നെ ഇന്ത്യയിൽ പലയിടങ്ങളിൽ പോയി ട്രിവാൻഡ്രത്തുമൊക്കെ ഉള്ള ചില കൺവെൻഷനും ചില മറ്റ് ക്രൂസൈഡുമായൊക്കെ മറ്റുള്ള ചില ദൈവവാസന്മാരും കൂടെ ശുശ്രൂഷിച്ച് ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷയൊക്കെ അനുഭവിപ്പാനും അങ്ങനെ പലയിടങ്ങളിൽ യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അങ്ങനെ ഈ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഈ ആത്മനിർവൊക്കെ പ്രാപിച്ച ആ കാലയളവിൽ എല്ലാം എന്നെ ഒരു റിയലി അങ്ങനെ ജീവിതത്തിൽ വ്യത്യാസം ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞപ്പം ഒരു യഥാർത്ഥമായ ഒരു ബോൺ അഗൈൻ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നും ഇന്നത്തെ ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളിലൊക്കെ ഒരുപാട് രക്ഷിക്കപ്പെടാത്ത ആളുകളും വീണ്ടും ജനനം പ്രാപിക്കാത്ത ആളുകൾ ആ സഭയിൽ ജനിച്ചു വളർന്ന് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മക്കളൊക്കെ കല്യാണപ്രായമാകുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ തിരുമേശ എടുക്കാൻ വേണ്ടിയൊക്കെ സ്നാനപ്പെടുത്തും. ഒരു ബോൺ അഗൈൻ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാത്ത ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടി, പണ്ടത്തേതെല്ലാം കഴിഞ്ഞു പോയി. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കർത്താവ് രക്ഷകമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ അനുഭവം തന്നെ പലപ്പോഴും പറയും. ഞാൻ ചെറുപ്പത്തിൽ 14 വയസ്സുള്ളപ്പോൾ ഒരു യുവാഞ്ചലിക്കലെ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങില് എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തെങ്കിലും കാലങ്ങൾ കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ യേശു കർത്തൃത്വം ഏറ്റെടുക്കുന്ന, എൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് കൊടുക്കുന്ന, ഒരു സമയത്ത് എൻ്റെ ഹൃദയം മാത്രം യേശുവിന് കൊടുത്തു, എന്നാൽ ഞാൻ മുഴുവനും കർത്താവിനുള്ളവനാണെന്നും എൻ്റെ ജീവിതത്തിൽ ഒന്നും അടയപ്പെട്ട നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ ഗസ്റ്റിനെ നമ്മൾ ലിവിംഗ് റൂമിൽ കയറ്റിയിരുത്തി മറ്റ് മുറികളൊന്നും നമ്മുടെ കിച്ചണും ക്ലോസറ്റും ബെഡ്റൂമും മറ്റ് സ്റ്റഡി റൂമും ഒന്നും കാണിക്കാത്ത പോലെ നമ്മളൊക്കെ യേശുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ജീവിതം മുഴുവൻ യേശുവിന് കൊടുക്കാത്ത ഒരു മണ്ഡലം ഉണ്ടെന്നും അത് നമ്മളൊക്കെ യഥാർത്ഥമായിട്ടും വീണ്ടും ജനിച്ച് പഴയതെല്ലാം കഴിഞ്ഞു പോയി നമ്മുടെ ശരീരങ്ങളെ എബ്രായ ലേഖനം 12:1 പോലെ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണമെന്നും നാം ദൈവത്തിനുള്ളവരാണെന്നും ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയവരാണെന്നും നമ്മളെ യഥാർത്ഥമായിട്ടും ബോൺ അഗൈൻ എക്സ്പീരിയൻസ്, യഥാർത്ഥമായിട്ടും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, യഥാർത്ഥമായിട്ടും രക്ഷിക്കപ്പെട്ടവർ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കണമെന്നും യഥാർത്ഥമായിട്ട് ആത്മാവിനെ പ്രാപിച്ചവർ ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും ഉള്ളവരായിരിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു വചനത്തിന്റെ ആഴങ്ങളിൽ നാളുകളായിട്ട് കർത്താവിനെ നടത്തി. ഈ കാലയളവിൽ പല രോഗത്തിന്റെ വിഷയങ്ങളൊക്കെ കർത്താവ് അത്ഭുത രോഗസൗഖ്യം എന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ ഈ തരത്തിലുള്ളവർക്കും എൻ്റെ അനുഭവം ഞാൻ പലയിടങ്ങളിൽ ഷെയർ ചെയ്തിട്ടുള്ള ഈ കാലയളവിലാണ് എന്നെ ഞാൻ കർത്താവിൽ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുവാൻ ഒക്കെ കർത്താവ് ഇടയാക്കിയത്. ഞാൻ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഒരു പ്രോസ്റ്റേറ്റ് വിഷയമൊക്കെ ഉണ്ടായി. ഞാൻ അന്ന് ലാബിൽ ജോലി ചെയ്യുന്ന സന്ദർഭം എൻ്റെ PSA ഒക്കെ അന്ന് 25 ആയി. കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ വയ്യാതെ എന്നെ ഡോക്ടറിലേക്ക് പോവുകയും എൻ്റെ പ്രോസ്റ്റേറ്റ് എല്ലാതായി എൻ്റെ PSA 55 ആയ സന്ദർഭം ഒക്കെ ഒരിക്കലുണ്ട്. എന്നാൽ ആ വിഷയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച് ഈ 55 ആയുള്ള PSA 2.1 ആക്കിയ ഒരു അത്ഭുത രോഗസൗഖ്യം അനുഭവിച്ച ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. അന്നേരം അത് ഞാൻ മറ്റു സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് സൗഖ്യം തന്ന വേറെ 6 പ്രത്യേക വിഷയങ്ങളുണ്ട്. എന്നാൽ ഇത് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ഡോക്ടറിൻ്റെ
ഹസ്ബൻഡാണ് ഒരു യൂറോളജിസ്റ്റുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്ത പുള്ളിക്കാരനാണ് എൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയത്. 55 PSA ഉണ്ടായിരുന്നതിനെ 1 മാസം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അതിനെ 2.1 ആക്കി. എൻ്റെ സർജറി ക്യാൻസലാക്കി. അങ്ങനെ ഈ കർത്താവിന്റെ സ്പർശനവും തൊടലും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഭാഗ്യം തന്നു. നമ്മൾ പറഞ്ഞു കേൾക്കുക മാത്രമല്ല, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷന് ഭാഗ്യവാൻ. അവന്റെ കർത്താവിന്റെ സാന്നിധ്യം, അവന്റെ ശക്തി, അവന്റെ വിടുതല്, കർത്താവിൽ കൂടെയുള്ള രോഗസൗഖ്യം, ദൈവമത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ കാലാകാലങ്ങളിലായിട്ട് കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഞങ്ങള് ഡിട്രോയിറ്റിൽ ജോലിയോടുള്ള ബന്ധത്തില് ഇങ്ങനെ സാറ്റർഡേ മീറ്റിംഗ്, ഫ്രൈഡേ വൈകിട്ട് മീറ്റിംഗ്, വീടുകളിലുള്ള മീറ്റിംഗ്, ചർച്ചിലെ സൺഡേ ഇതുള്ള മീറ്റിംഗിലായിരിക്കുമ്പോൾ 2011 കർത്താവ് എന്നോട് പറഞ്ഞു, നീ ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകണം. അതേസമയത്തൊരു അതിനൊരു 10 വർഷം മുമ്പ് ബോംബെയിൽ നിന്നും വരുന്ന ഒരു ദേവദാസൻ വേറെ ഒരു ഭവനത്തിലുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ എൻ്റെ തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, നീ ജോലി റിസൈൻ ചെയ്തിട്ട് പൂർണ്ണ സുവിശേഷയ്ക്ക് വേലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു IPCയിലെ ദേവദാസൻ എന്നോട് കഴിഞ്ഞ പുള്ളി അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പലരെയും വേലയ്ക്ക് പോകണമെന്നും പറഞ്ഞ് ജോലി ഇല്ലാത്ത ആക്കിയതിനാ. ദൈവാത്മാവ് വ്യക്തമായിട്ട് ഇടപെടാതെ ജോലി റിസൈൻ ചെയ്തെന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് അത് കർത്താവ് പറയാതെ ഈ ജോലി റിസൈൻ ചെയ്ത് ജോലിയോടുകൂടി ഇവിടെ സുവിശേഷമെല്ലാം ചെയ്യാനായിട്ട്. ഇവിടെ അമേരിക്കയിലുള്ള മിക്കവാറും ദൈവദാസന്മാരൊക്കെ ഒരു ജോലിയോടുകൂടെ സുവിശേഷമെല്ലാം ചെയ്യുന്നവരാണ്. ഒന്നുമല്ലെങ്കിൽ അവര് ഹോസ്പിറ്റലിലെ ചാപ്ലിൻസായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ മിനിസ്ട്രി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ദൈവദാസന്മാരും. 2011 കർത്താവിനോട് പറഞ്ഞു ജോലി റിസൈൻ ചെയ്യാൻ. ഞാൻ ജോലിയിൽ റിസൈൻ ചെയ്തു. എൻ്റെ വൈഫ് ഇവിടുത്തെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യണം. അന്ന് ഞങ്ങളുടെ ചർച്ചിലൊക്കെ അമേരിക്കൻസ് പലരുമൊക്കെ ഫാമിലി പ്രോബ്ലം ഉള്ള പല ചെറുപ്പക്കാരൊക്കെ സ്ത്രീകളൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫില്ലാതെ ഒരു സ്ത്രീയുടെ ഒക്കെ പോകാനോ പ്രാർത്ഥിക്കാനോ മറ്റാരുടെയും വീട് വിസിറ്റ് ചെയ്യാനോ വൈഫ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ ദൈവത്തോട് തീരുമാനിച്ചു. പുള്ളിക്കാരത്തെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ 2011 ഞാൻ റിസൈൻ ചെയ്തു. 2013 12-13 വൈഫ് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലയിൽ അന്ന് തൊട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. ഇവിടെ ചർച്ചിലുള്ള ആർക്കും എപ്പോഴും ഏതാവശ്യം എവിടെ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ചർച്ചിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവർ ഭവനത്തിൽ പലരും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ വരും. ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങളറിയുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളറിയുന്ന മർത്തോമക്കാരായിട്ട്, CSIക്കാരായിട്ട്, യാക്കോബരായിട്ട്, കാത്തലിക്സ് ആയിട്ട് ആര് അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞാൽ അവരെ പോയി വിസിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, മറ്റുള്ളവർ സുവിശേഷം പറയുക. അങ്ങനെ ഞങ്ങൾ വാസ്തവത്തിൽ ഒരു പെന്തക്കോസ് വീട്ടിൽ ജനിച്ച ആരുമല്ല. പെന്തക്കോസുകാരും ഞങ്ങളുടെ വീട്ടിലായിരുന്നു. പക്ഷെ ഞങ്ങളിൽ പെന്തക്കോസ് ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ചു. അതൊരു പെന്തക്കോസ് ഒരു അനുഭവമാണെന്നും അല്ല പെന്തക്കോസ് ഒരു സഭ മാറുന്നതല്ലെന്നും പഠിപ്പിക്കുന്ന ഒരു വ്യക്തി. അത് യഥാർത്ഥമായുള്ള പെന്തക്കോസ് അനുഭവം, ആത്മനിറവിലുള്ള ആരാധന, ആത്മനിറവിലുള്ള ക്രിസ്ത്യ ജീവിതം എത്ര മാഹാത്മ്യമാണെന്ന് രുചിച്ചറിയുവാൻ കാലാകാലങ്ങളിലായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ഈ കാലയളവിൽ ഞങ്ങൾക്ക് പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പലയിടങ്ങളിൽ പോയി പല സ്ലം ഏരിയയിലും പാവപ്പെട്ടവരൊക്കെ ആരാധിക്കുന്ന സന്തോഷം, കുവൈറ്റിലൊക്കെ ചില ഇയർ എൻഡ് ഫാസ്റ്റിങ്ങിനൊക്കെ പോയി ശുശ്രൂഷിക്കാൻ അവർക്ക് അവസരം തന്ന് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉള്ള ആരാധന ഭയങ്കര ആത്മനിറവിലുള്ള, അവിടെ ജോലിയിലും മറ്റു വിഷയങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ വന്ന് കൂടി ആരാധിക്കുന്ന ആരാധന എൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ആരാധനയായിട്ട് മാറി. ആ സന്ദർഭത്തിലൊക്കെ കേരളത്തിലൊക്കെ പലയിടങ്ങളിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഉള്ള സത്യ ആരാധന, ആത്മനിറവിലുള്ള ആരാധന എന്നെ ചലനം ചെയ്തു. അങ്ങനെ അതുപോലുള്ള ആരാധന ഞങ്ങളുടെ ഈ പ്രദേശത്ത് വെളിപ്പെടണമെന്നുള്ള ആഗ്രഹം അന്ന് വരെ തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇതുവരെ അതുപോലൊരു ഇതിൽ കർത്താവ് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കർത്താവ് വിശ്വസ്തന, ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഈ ആത്മനിറവിലുള്ള ആരാധനയാണ് ഞങ്ങളെ വ്യത്യസ്തം ആക്കിയത്. ആത്മനിറവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവില് വിശുദ്ധിയോടെ, ആത്മനിറവോടെ, നിർമ്മല മനസാക്ഷിയോടെ, വേർപെട്ട വചനാടിസ്ഥാനത്തിൽ ആരാധിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുന്നത് സൗഖ്യത്തിനല്ല, ആരാധിക്കുന്നത് അനുഗ്രഹത്തിനല്ല, ആരാധന വിടുതലിനല്ല, പക്ഷേ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പരിശുദ്ധാത്മാവ് നിറവിൽ ആരാധിച്ചാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് എന്നെ തൊട്ട്
എൻ്റെ ശരീരത്തിൻ്റെ തല തൊട്ട് പാദം വരെ ഇറങ്ങി. ശരീരത്തിലുള്ള വേദനകളൊക്കെ വെട്ടിമാറ്റി ഇറക്കി. അങ്ങനെ പൂർണ്ണ സൗഖ്യം ലഭിക്കുന്ന ആരാധനയുടെ മണ്ഡലത്തിലൊക്കെ കർത്താവ് കാലാകാലങ്ങളിലായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങള് ഈ ചർച്ചിലൊക്കെ ദൈവാത്മാവ്, ഞാൻ പറയും പരിശുദ്ധാത്മാവ് നിറവിലുള്ള ആരാധന. എല്ലാവരും ആത്മ നിറവ് വായിച്ചു, എല്ലാവരും ആത്മാവിന്റെ ശക്തി പ്രാപിക്കണം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറവിൽ ആരാധിക്കണം. ഈ കഴിഞ്ഞ അങ്ങനെ ഞങ്ങളുടെ ചർച്ചിന്റെ പേര് ട്രോ ഇന്റർനാഷണൽ ചർച്ച് കൂടെ ഒന്നായി. ഈ കോവിഡിന് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഹിന്ദി ബൈബിൾ സ്റ്റഡി ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഹിന്ദിക്കാര്, തെലുങ്കര്, നോർത്ത് ഇന്ത്യൻസ്, വെളുത്തവര് ഒക്കെ ഉണ്ടായിരുന്നു. കോവിഡ് സമയത്ത് തെലുങ്കരൊക്കെ പോയി തെലുങ്ക് ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അവരെ പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്ത് വിട്ടു. ഹിന്ദിക്കാരൊക്കെ പല ഹിന്ദി ചർച്ചകളിൽ പോയി, പലരും സമയത്ത് പോയി. ആ സമയത്ത് പല ഞങ്ങളുടെ ചർച്ചിലുള്ള പല ഫാമിലിയിലുള്ള മറ്റ് ജോലിയുള്ള ബന്ധത്തിലൊക്കെ പലയിടത്തും മറ്റു പലയിടത്തും പോയി. ഇപ്പോഴും ഞങ്ങളുടെ ചർച്ചിൽ മലയാളത്തിലും കംപ്ലീറ്റ് ഇംഗ്ലീഷിലുള്ള ഒരു ആരാധന. ഇംഗ്ലീഷ് ആരാധനയിൽ വെളുത്തവരും നോർത്ത് ഇന്ത്യൻസും ഒക്കെ കൃപയാലുണ്ട്. നല്ല ഈ ആത്മനിറവെന്ന് പറയുന്നത് ഒരു അന്യഭാഷ പറയുന്നത് രണ്ട് കയ്യടി മാത്രം അതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇതൊരു ആത്മനിറവിന്റെ അനുഭവമാണെന്നും ഇത് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരാഴമേറിയ ആത്മീയ അനുഭവം ഉണ്ടെന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ടുള്ള ആ നിലയിലേക്ക് കർത്താവിനെ വളർത്തി. നമ്മളോട് കൂടെ ഇരിക്കുന്ന കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. റോമർ 8:14 ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ദൈവമക്കളാണ്. അന്നേരം ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു മണ്ഡലത്തിലേക്ക് ദൈവമക്കൾ വളരണമെന്നും നമ്മുടെ ദൈവസഭയെല്ലാം നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും പാസ്റ്റർ അല്ല, സെക്രട്ടറി അല്ല, ട്രഷറർ അല്ല, കമ്മിറ്റി അല്ല, ബോർഡല്ല, യേശുവാണ് സഭയുടെ നാഥനെന്നും യേശു ആണ് സഭയുടെ തലയെന്നും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലായിരിക്കണം സഭയിലെ എല്ലാ മീറ്റിങ്ങുകളൊന്നും പരസ്യമായിട്ട് പ്രസംഗിക്കുന്ന ഒരു പാവപ്പെട്ട ദൈവദാസന. അങ്ങനെ ആത്മനിറവിലുള്ള ജീവിതം, ആത്മാവിന് കീഴ്പ്പെടുന്ന ജീവിതം, ആത്മാവിന്റെ ഞാനായിട്ട് പോയപ്പോൾ ഞങ്ങളൊക്കെ അന്യഭാഷകൾ ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കളാണ്. എന്നാൽ ഞാൻ പരസ്യമായിട്ട് പറയും, അന്യഭാഷ പറയുന്നവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരമില്ലെങ്കിൽ, യഥാർത്ഥമായിട്ടുള്ള സ്വഭാവത്തിന് വ്യത്യാസമില്ലെങ്കിൽ, യേശുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വളരുന്നില്ലെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധിയിൽ വളർത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വെളിപ്പെടുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആത്മ സ്വഭാവം വെളിപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ ആത്മാവിൽ ആരാധിക്കും തോറും നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയി വരുന്നില്ലെങ്കിൽ, നമ്മളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, വേറെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റാണ്. അത് നമ്മളെ ഹോളിനെസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നു. ഒരു സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ വന്ന ഈ പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയെ ആത്മനിറവിനെയൊക്കെ ഒതുക്കിയ ചില ശുശ്രൂഷകളൊക്കെ നടന്ന് ഇന്ന് ഞങ്ങളുടെ ദൈവസഭയിലുള്ളവരൊക്കെ ചിലർ പറഞ്ഞു, പാഷ 1 വർഷം 2 വർഷമൊക്കെ ചെയ്ത് നല്ല ആത്മീയ ആരാധന വെളിപ്പെടുമ്പം അതിൻ്റെ അകത്ത് വന്ന് ആരെങ്കിലും ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് പോകും, പിന്നൊന്ന് കയറി വരണമെങ്കിൽ 2-3 വർഷം എടുക്കും. അങ്ങനെ ഒരു കാലയളവിൽ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ വിഷയത്തില് ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായി. കാരണം ഈ അന്യഭാഷ പറഞ്ഞെങ്കിലും അത് അത്രയും വേണോ, അതിനെ പറ്റിയുള്ള റെസ്ട്രിക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ അവിടെ ഇവിടുന്ന് കേട്ട് ഇതിനെയൊക്കെ ഒതുക്കുന്ന യൂട്യൂബിലും അവിടെയുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ട് മടുത്ത ഒരു കാലയളവുണ്ട്. ഞാൻ ആ സന്ദർഭത്തിൽ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട്, ഞാൻ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ്, ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈഫ് ജോലിക്ക് പോകും, ഞാനൊരു ബൈബിൾ എടുത്തോണ്ട് എൻ്റെ പ്രാർത്ഥനാ മുറി മുട്ടിന്മേൽ എഴുന്നിട്ട് പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. കർത്താവ്, എനിക്ക് മനുഷ്യരുടെ ആലോചനയല്ല, പരിശുദ്ധാത്മാവൻ ദൈവം തന്നെ എന്നെ പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങളിൽ ഇറക്കണമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ എന്നെ പറ്റിയുള്ള ഗുണങ്ങളും ഫലങ്ങളും വരങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങളിൽ ഇറക്കണമെന്ന് പറഞ്ഞ്
മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച പല ദിവസങ്ങളുണ്ട്. അന്ന് ഒക്കെ എനിക്ക് ദൈവാത്മാവ് വചനത്തിൽ കൂടെ എന്നെ ഉറപ്പിച്ച് ആ പരിശുദ്ധാത്മാവിനെ പറ്റി അനേക ചിന്തകൾ എഴുതുവാൻ, അനേക പേപ്പറുകളൊക്കെ ആ സമയത്തിൽ എഴുതി എന്നെ പരിശുദ്ധാത്മാവ് വചനത്തിൽ ഉറപ്പിച്ച ഒരു കാലയളവുണ്ട്. അങ്ങനെ ആത്മനിറവിൻ ക്രിസ്ത്യ ജീവിതം അനുഭവിപ്പാൻ കർത്താവിന് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ രണ്ട് കാര്യം എപ്പോഴും പറയും. ഒന്ന്, കർത്താവ് യേശുവിനെ കർത്താവ് രക്ഷിതാവായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അഖിലാണ്ടത്തെ നിർമ്മിച്ച കർത്താവ് നമ്മുടെ ഉള്ളിൽ കർത്താവായിട്ട് വസിക്കുന്നു എന്നുള്ള ബോധം. അതോടൊപ്പം തന്നെ ഈ കർത്താവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന ശരീരം, നമ്മുടെ ശരീരത്തെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്നും നാം നമുക്കുള്ളവരല്ലെന്നും, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പുണ്യ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണെന്ന് ഉള്ള ഒരു വലിയ ആഴമേറിയ അനുഭവം തന്നെ ഞാൻ മിക്കവാറും പറയും. നമ്മുടെ ശരീരം ദൈവത്തിന് പൂർണ്ണമായിട്ട് യാഗമായിട്ട് സമർപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ, യാഗമായിട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലത്ത് ഒരു മൃഗത്തെ കൊണ്ടുവന്ന് അതിന്റെ തൊലി ഉരിഞ്ഞ് അതിനെ കഷ്ണമായി മുറിച്ച് അത് യാഗപീഠത്തിൽ വെച്ച് തീ ഇറങ്ങി ദഹിപ്പിച്ച് അതാണ് അതൊരു യാഗം. അതുപോലെ എന്നെ ദൈവസ്ഥനിൽ കൊണ്ടുവന്ന്, ഇന്ന് ദൈവത്തിന് വേണ്ടിയത് യാഗ വസ്തുവിനെ ഒന്നും, ആടിനെയും കാളെയും പശുവിനെയും ഒന്നും വേണ്ടല്ല, എന്നെയും നിങ്ങളെയും ഒരു കർത്താവിന്റെ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് യാഗമായിട്ട് അർപ്പിച്ച് പൂർണ്ണമായിട്ട് ദഹിപ്പിക്കുവാൻ നാം അനുവദിച്ചാൽ, പിന്നെ ഈ ശരീരം നമ്മുടേതല്ല, കർത്താവിൻ്റെതാണ്. നമ്മുടെ ശരീരം കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുഴുവനായിട്ട് കർത്താവിന് കൊടുത്ത ഈ ശരീരം ദൈവത്തിനുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നാം വളർന്നാൽ ഈ ശരീരത്തിന്റെ ഉത്തരവാദിത്വമെല്ലാം നമ്മുടെ കർത്താവിൻ്റെതാണ്. സ്വതന്ത്രം കർത്താവ് നമ്മുടെ ശരീരത്തിൽ ഇവനൊരു രോഗം വന്നാൽ, ഇത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ ക്യാരി ചെയ്യുന്ന, വിശുദ്ധ ആത്മാവിനെ ക്യാരി ചെയ്യുന്ന, ദൈവത്തിന്റെ അഭിഷേകത്തെ ക്യാരി ചെയ്യുന്ന ഒരു ശരീരമാണ്. ഇവിടെ ഒരു രോഗം വന്നാൽ സ്വതന്ത്രം ഈ രോഗമൊക്കെ സൗഖ്യമാക്കുവാൻ കർത്താവ് ശക്തനാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വേറൊരു പ്രയർ ലൈനിൽ ശുശ്രൂഷിച്ചപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്ന പൗലോസ് എഫെസ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം എന്ന് ഉള്ള വിഷയം വെച്ച് സംസാരിക്കുവാനായിട്ട് ഇടയായി. ഞാൻ അതിനേരം പറഞ്ഞൊരു വിഷയം, നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ ആത്മ മനുഷ്യൻ ഇന്ന് വടി പിടിച്ച് നടക്കേണ്ട ഒരു സന്ദർഭത്തിലേക്ക് മാറിക്കുക. ഇന്ന് നമുക്കൊരു സ്തോത്രം പറഞ്ഞാൽ വായിക്കൂടെ വരത്തില്ല. അകത്തെ മനുഷ്യന് ആത്മീയ ആരാധിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ അന്യഭാഷ പറഞ്ഞെന്നും പണ്ടൊക്കെ ആരാധിച്ചെന്നും ഒക്കെ പറഞ്ഞത്, അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന നമ്മുടെ ആത്മീയ മനുഷ്യൻ വടി പിടിച്ച് നടക്കുന്ന മണ്ഡലത്തിൽ നിന്നും ആത്മബലം പ്രാപിക്കണം. ആ വചനത്തിൽ കൂടെ എന്നെ ദൈവാത്മാവ് കഴിഞ്ഞ കാലങ്ങളിൽ പഠിപ്പിച്ച ഒരു ആത്മീയ സത്യം, നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിറവിന്റെ അനുഭവത്തിൽ ആത്മാവിന്റെ ചൈതന്യം പ്രാപിച്ച അകത്തെ മനുഷ്യന് ശക്തിയോടെ ബലപ്പെടാൻ നാം അനുവദിച്ചാൽ, പൗലോസ് കൊരിന്ത്യയിലേക്ക് പറയുന്നുണ്ട്, അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ, പുറമെയുള്ള മനുഷ്യന്റെ ശക്തി ക്ഷയിക്കും തോറും അകത്തെ മനുഷ്യന്റെ ശക്തി നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ആ പുതുക്കം പ്രാപിക്കുന്ന ഒരു മണ്ഡലത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ അതുപോലുള്ള ഒരു ആത്മീയ മച്യൂരിറ്റി, ഒരു ആത്മീയ ആരാധന, ഒരു ആത്മനിറവിൻ ജീവിതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഒരു ആത്മീയ മണ്ഡലം. ഈ ആത്മനിറവെന്ന് ഞാൻ പറഞ്ഞതിന്റെ സാരമെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വരുന്ന 3-ാമത്തെ പാട്ടിന് 2 കൈയടിച്ച 3 അന്യഭാഷ പറയുന്ന കാര്യമൊന്നുമല്ല. സ്തോത്രം, നമ്മളെ മുഴുവനായിട്ട് പരിശുദ്ധാത്മാവാൻ ദൈവം കൺട്രോൾ ചെയ്യുന്ന ഒരു മണ്ഡലം. എന്റെ ചിന്ത, എന്റെ സംസാരം, എന്റെ പോക്ക് വരവ്, ഞാൻ നോക്കുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ വചനം സംസാരിക്കുന്ന മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലുള്ളൊരു ജീവിതം. എന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഞാൻ എവിടെ പോകണമെന്ന് കൺട്രോൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. എന്ത് വചനം സംസാരിക്കുന്നുള്ള പരിശുദ്ധാത്മാവാണ്. ഏത് വീട്ടിൽ പോകണമെന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. ഫിലിപ്പോസിനെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോയെങ്കിൽ, ഇന്നും നമ്മളെ അങ്ങനെ എടുത്തോണ്ട് പോയില്ലെങ്കിലും ആത്മാവിൽ പല ഭവനങ്ങളിലും ദേശത്തും പോയി അല്ലെങ്കിൽ സുവിശേഷം പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇന്നത്തെ സൂമിൽ കൂടെയൊക്കെ കർത്താവ് അവസരം തന്നു. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. അങ്ങനെ ആത്മനിറവിലുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണ്ണ കൺട്രോളിൽ ഏറ്റെടുക്കുക. എഫേസ്യർ 5:18 വീഞ്ഞു കുടിച്ച് നിങ്ങൾ മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായ സംഗീതങ്ങളാലും സ്തുതികളാലും
ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. അന്നേരം വീഞ്ഞു കുടിച്ച് മത്തരാകുമ്പം ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത് വീഞ്ഞ എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൽ നിറയുമ്പം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം ആളത്വമായി എന്നിലുണ്ടെന്നും ആ പരിശുദ്ധാത്മാവ് എന്നെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്നതും ആ എന്നിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള വ്യക്തിത്വം എന്റെ ജീവിതത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു ആത്മതലം ദൈവമക്കൾക്കുണ്ട്. അങ്ങനെയുള്ള ആ തലത്തിൽ പരിശുദ്ധാത്മാവൻ ദൈവം എന്നിൽ വസിക്കുന്നുവെന്നും എന്നെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്നതും എന്റെ എല്ലാ ചലനം, എന്റെ എല്ലാ പോക്ക്, എന്റെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ആത്മമണ്ഡലം വന്നാൽ, ഞാൻ പറഞ്ഞതിന്റെ സാറേ, ആ ഒരു മണ്ഡലത്തിൽ വന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുമ്പോൾ ഈ പുറത്തുള്ള ഈ അസുഖങ്ങളൊക്കെ നമ്മുടെ കർത്താവ് സൗഖ്യതാണ്. തന്നെത്താൻ ഇറങ്ങിപ്പോകും. തന്നെത്താൻ വെട്ടി 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 ഇറങ്ങിപ്പോകുന്ന ഒരു ആത്മതലമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയില് എന്റെ ജോലി റിസൈൻ ചെയ്ത് വന്ന സന്ദർഭത്തില് എനിക്കൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി. ഞാൻ എൻ്റെ ഡോക്ടറിലേക്ക് പോയി, എൻ്റെ കാർഡിയോളജിസ്റ്റിലേക്ക് പോയി. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റെന്റ് ഇട്ടിട്ടുള്ള ഞാൻ എൻ്റെ കാർഡിയോളജിസ്റ്റിലേക്ക് പോയി. എന്നോട് പറഞ്ഞു, നിനക്ക് 3 കൂടുതൽ ബ്ലോക്ക് ഉണ്ട്, വീണ്ടും പോയി നീ പെട്ടെന്ന് പോയി കാർഡിയാക്കാതും ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ ഡോക്ടർ റെഫർ ചെയ്തു. ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ദൈവാത്മാവ് വിലക്കി പോകാൻ എനിക്കൊരു ഭയം വന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡിലൊക്കെ എത്ര നാളും വർക്ക് ചെയ്താണെങ്കിലും ആ സന്ദർഭത്തിൽ ഞാൻ ഭയന്നു പോയി. ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ അത് വിലക്കുകൊണ്ട് ഞാനത് ക്യാൻസലാക്കിയെന്നോ ഞാൻ പോയില്ല. ആ സന്ദർഭത്തിൽ ഞാനും വൈഫും കൂടെ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ എൻ്റെ ഭയങ്കര ചെസ്റ്റ് പെയിൻ ഉണ്ടായി. ചെസ്റ്റ് പെയിൻ ഉണ്ടായിട്ട് ഞാൻ സോഫയിൽ എഴുന്നേറ്റ് എനിക്ക് താങ്ങാൻ വയ്യാത്ത ഹാർട്ട് അറ്റാക്ക് വന്ന് പോലെ വരുമ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് അങ്ങ് പറഞ്ഞിട്ടാ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് വന്നു. എൻ്റെ ജീവിതത്തിന്റെ സംരക്ഷണം അങ്ങാണ് എൻ്റെ സൗഖ്യദായകൻ, അങ്ങാണ് എൻ്റെ ഗിലിയാദ കുഴമ്പ്. അങ്ങയുടെ അടിപ്പിണരാൾ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കാരം വെച്ച് ഹാർട്ടി വെച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിൽ വ്യാപിക്കുന്ന വേദന ഇറങ്ങി പോകട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്തോത്രം പ്രാർത്ഥിച്ച് എന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്റെ ദൈവം. അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അവന് അനുഗ്രഹിക്കും. രോഗത്തെ നിങ്ങളിൽ നിന്നും അകറ്റിക്കളയും. മിശ്രമങ്ങൾക്ക് വരുത്തിയ യാതൊരു ബാധയും നിനക്ക് വരുത്തുകയില്ല. വചനം കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ദേഹത്തോടെ വേദന വെട്ടി 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 ഇറങ്ങിപ്പോയി. അങ്ങനെ അത്ഭുത രോഗം സൗഖ്യം പ്രാപിച്ച സ്തോത്രം ഒരു ദൈവദാസനാണ് ഞാൻ. കാരണം ഇത് ഞാൻ പലയിടങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അത് ജീവിതത്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. അത് ഇന്നുവരെ പിന്നെ ഹാർട്ടിനൊരു പ്രയാസം വരാതെ കർത്താവ് സൂക്ഷിക്കും. അന്നേരം ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾക്ക് ദൈവത്തിന്റെ കൃപയില്ലാതെ, ദൈവത്തിന്റെ കാരുണ്യമില്ലാതെ ഒരൊറ്റ നിമിഷം ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് ആത്മനിറവൻ ക്രിസ്ത്യ ജീവിതം എത്ര സൗരഭ്യമായ, എത്ര സുഖകരമായ, എത്ര ദൈവത്തോട് ചേർന്ന് കിടക്കുന്ന ജീവിതം. അങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് രോഗം വരത്തില്ലെന്നല്ല, ദുഃഖം വരത്തില്ലെന്നല്ല, പ്രയാസം വരത്തില്ല, പ്രതികൂലം വരത്തില്ല, ഇതൊക്കെ വരും. എന്നാൽ ഇതിന്റെ നടുവിൽ ജീവിപ്പാനുള്ള പ്രത്യേക ദൈവകൃപയും പ്രത്യേക അഭിഷേകവും നമ്മുടെ മേൽ തരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങള് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഫുൾ ടൈം മിനിസ്ട്രിയിലായി. കർത്താവിന്റെ കൃപയാൽ ഇപ്പോഴും കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായ അതിശയമായിട്ട് നടത്തുന്നു. പണ്ടത്തെ പോലെ ഈ കാലയളവിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ ചർച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു പറഞ്ഞ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ക്ലാസ് എടുക്കണം. ആത്മനിറവന്തമാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ ദൈവം, മൂന്നാമനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങള്, വരങ്ങള്, ആത്മാവിന്റെ എങ്ങനെ ആത്മജീവിതം നയിക്കാനായിട്ട് സാധിക്കും, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുന്നു, പരിശുദ്ധാത്മാവിന്റെ പല തലങ്ങള്, ആത്മനിറവിലുള്ള ആരാധന, ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ദൈവാത്മാവ് തന്നത് ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളത്തിനൊന്നും പരിശുദ്ധാത്മാവ് ആരാണെന്നും പരിശുദ്ധാത്മാവിന്റെ നിറവെന്താണെന്നും ഒന്നും ശരിക്കും പരിശുദ്ധാത്മാവിന്റെ ശരിയായ പഠനം ഇന്നത്തെ നമ്മുടെ ദൈവസഭകളൊന്നും ഇല്ല. ഈ പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ പഠനം, പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണെന്നും അവൻ തൃത്വത്തിൽ മൂന്നാമനാണെന്നും അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെന്നും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു ആത്മ നിറവുണ്ടെന്നും അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുമെന്നും ആത്മാവിന്റെ വരങ്ങൾ പുറപ്പെടുമെന്നും ഹല്ലേലൂയ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം.
ഞാൻ പറയുന്നത് മർത്തോമയിൽ ജനിച്ചു വളർന്ന് ഇവാഞ്ചലിക്കൽ വളർത്തപ്പെട്ട് ബ്രദറൻ സഭയിൽ സ്നാനപ്പെട്ട് ആത്മനിറവിനെ അഭിഷേകത്തെയും അന്യഭാഷയൊക്കെ ചോദ്യം ചെയ്ത എന്നെ അന്യഭാഷ ആത്മാവിൽ നിറച്ച് അല്ലേലിയ ഒരാത്മനിറവിന്റെ അനുഭവം അല്ലേലിയ കുടുംബമായിട്ട് സഭയായിട്ട് അനുഭവിപ്പാൻ അങ്ങനെ ഒരു ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അല്ലേലിയ ദുഷ്ടന് പോലും ചോദ്യം ചെയ്യാത്ത രീതിയിൽ ആത്മാവിന്റെ നിറവ് അനുഭവിപ്പാൻ ഈ പാവപ്പെട്ട എനിക്ക് കർത്താവ് കൃപ ചെയ്തത് എത്ര വലിയ കൃപയാണ്. സ്തോത്രം. അങ്ങനെയുള്ള ഒരു അനുഭവമുണ്ട്. നമ്മൾ ഒന്നാമത്തെ കർത്താവ് ലക്ഷ്യമായിട്ട് സ്വീകരിച്ചിരിക്കാം. അത് സാൽവേഷൻ വെറും സിമ്പിളാണ്. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കർത്താവ് രക്ഷിതാവായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ ഹൃദയം കർത്താവിന്റെ വേണ്ടി തുറന്നു കൊടുത്തു. കർത്താവ് നീ എന്റെ ഹൃദയത്തിൽ വരണം, ഞാനൊരു പാപിയാണ്, എന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറന്നു തരുന്നു, നീ അങ്ങന്റെ കർത്താവ് രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, എന്റെ പാപപോക്കിനെ ശുദ്ധീകരിക്കണം എന്ന് ഇപ്പം പറഞ്ഞാൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളെ കർത്താവിന്റെ പൈതലാക്കി തീർക്കും. സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സാക്ഷി പറയും. റോമലേഖനം 8 നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സാക്ഷി പറയുന്ന ഒരു മണ്ഡലമുണ്ട്. അങ്ങനെ ഒരു ദൈവമക്കളായി തീരുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. രണ്ടാമത് ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ പറയുന്നത് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത് ഭാഗ്യമാണ്. ഞങ്ങളുടെ ദൈവസഭയിൽ വളരെ എപ്പോഴും പറയുന്ന വിഷയമാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ വേറെ ഭാഗ്യം വേറൊന്നുമില്ല. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ ലഭിക്കുന്ന ഭാഗ്യം വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്ന് സ്തോത്രം, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരന്മാർ യേശുവിനെ കർത്താവിന് ലക്ഷ്യമായിട്ട് സ്വീകരിച്ചവര് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത് പെന്തിക്കോസുകാർക്ക് വേണ്ടി മാത്രമല്ല, യേശുവിനെ കർത്താവിന് ലക്ഷ്യമായിട്ട് സ്വീകരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ദൈവവചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഈ ആത്മപകർച്ചയുടെ കാലങ്ങളല്ല ഇന്ന് നാം ജീവിക്കുന്നത്. സ്വത്രം. ആത്മാവിന്റെ വലിയ പകർച്ച. അല്ലെങ്കിൽ യേശു പറഞ്ഞു, വിശ്വസിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നാദികൾ ഒഴുകും. അങ്ങനെ ഒരു ആത്മീയ മണ്ഡലമുണ്ട്, ഒരു ആത്മനിറവുണ്ട്, ഒരു അഭിഷേകമുണ്ട്, ആത്മനിറവിലുള്ള ആരാധനയുണ്ട്. അത് പത്രോസ് മന്ദിരോട് ചപ്പസലൂപ്പത്തെ രണ്ടും വിളിച്ചു പറഞ്ഞു, അല്ലേലിയ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെ കള്ളു കുടിച്ചതൊന്നുമല്ല. സ്വത്രം. ഇത് പരിശുദ്ധാത്മാവെന്ന ദാനമാണ്. ഇത് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ മക്കൾക്കുണ്ട്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതാണ്. ഇത് മർത്തമാർക്കാർക്കും ഉണ്ട്, യാക്കോബക്കാർക്കും ഉണ്ട്, കത്തോലിക്കർക്കും ഉണ്ട്, പെന്തിക്കോസുകാർക്കും ഉണ്ട്, ബ്രദറുകാർക്കും ഉണ്ട്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്ന ആരും ലോകത്തിന്റെ 5 വരകരകൾ, കറുത്തവർക്കുണ്ട്, വെളുത്തവർക്കുണ്ട്, മെക്സിക്കൻസിനുണ്ട്, ചൈനക്കാർക്കുണ്ട്, ഇന്ത്യക്കാർക്കുണ്ട്. ഈ ആത്മദാനം എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നിറവെന്നുള്ള ഒരു സത്യം അത് വാസ്തവമാണ്. അന്യഭാഷ പലരും നിന്നുപോയെന്നൊക്കെ പറയുമ്പോൾ പലർക്കും നിന്നു പോയിട്ടുണ്ട്. അത് നിന്നു പോയിട്ടില്ല. കൃപാവരങ്ങൾ നിന്നു പോയിട്ടില്ല. ഇന്നും അന്യഭാഷയുണ്ട്. ഹല്ലേലൂയ. ഇന്നും നിങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറായാൽ കാത്തിരിക്കുന്നവരാൽ പകരുന്ന ഒരു ആത്മശക്തി ഉണ്ട്. അത് ഉറപ്പാ, നിശ്ചയമാണ്. തുറന്ന മനസ്സോടെ, ഒരു പ്രീജന്മെന്റും ഇല്ലാതെ ദൈവസന്നിധിയില് കർത്താവെ അങ്ങനെ ഒരു ആ നിലവാരമുണ്ടെങ്കിൽ, ആത്മനിറവിന്റെ അനുഭവം, അന്യഭാഷ അടയാളമായ ആത്മനിറവുണ്ടെങ്കിൽ എനിക്കും വേണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ മേൽ ആത്മശക്തി പകരുവാൻ കർത്താവ് ശക്തനാ. സ്തോത്രം. നമ്മുടെ ദൈവം ഹല്ലേലൂയ നല്ല ദാനങ്ങളെ നമുക്ക് തരുന്ന ദൈവമാണ്. അവനോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ജലത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്നാനപ്പെട്ട ദൈവമക്കൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിലുള്ള ആരാധന, പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. എനിക്കറിയാം ഇന്ന് ഈ അരോമ ടിവിയിൽ വാച്ച് ചെയ്യുന്ന നിങ്ങളൊക്കെ വിശ്വാസികളായിരിക്കും. പലരും പെന്തക്കോസ് സഭകളിൽ ആരാധിക്കുന്നവരായിരിക്കും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ചിട്ട് എത്ര നാളായി? നിങ്ങളുടെ വായിൽ കൂടെ പണ്ട് പറഞ്ഞാൽ 3 അന്യഭാഷയുടെ വാക്കല്ലാതെ ആത്മനിറവിന്റെ ആഴങ്ങളിൽ ഇറങ്ങാൻ സാധിക്കുന്നുണ്ടോ? അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? പണ്ടത്തെ പോലെ പണ്ടെങ്ങാണ്ട് 10, 20, 30 വർഷം മുമ്പ് ഒരു സന്ദർഭത്തിൽ കൈയടിച്ച് 3 അന്യഭാഷ പറഞ്ഞതല്ലാതെ ഇന്ന് നിങ്ങളുടെ ആത്മനിലവാരം എങ്ങനെയുണ്ട്? അകത്തെ മനുഷ്യൻ എങ്ങനെയുണ്ട്? ആത്മാവിൽ ശക്തിയുണ്ടോ? ആത്മാവിന്റെ നിറവുണ്ടോ? ആത്മശക്തിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആത്മാവിന്റെ മണ്ഡലത്തിൽ കയറി ആത്മാവിന്റെ നിറവില് നാം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. യേശു തന്നെ ശമര്യക്കാരത്തെ സ്ത്രീയോട് പറയുന്നുണ്ട്. സ്തോത്രം. യോഹന്നാൻ 4
എന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, എന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു തലമുറയെ ഈ കാലയളവിൽ പെന്തക്കോസ്ത് സഭകളിൽ നിന്നും ദൈവം ഉണർത്തട്ടെ. നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പരിചയമൊക്കെ വിട്ട് ആത്മനിർവ്വലുള്ള ആരാധനയിലേക്ക് ദൈവസഭ മടങ്ങി വരണം. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ ജനിച്ചു വളർന്ന ഈ പാവപ്പെട്ടവനിൽ ദൈവത്തിന്റെ ആത്മാവിനെ ചൊരിയുവാൻ വലിയവനായ ദൈവത്തിന് മനസ്സലിവ് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പാരമ്പര്യവും പഴക്കവുമുള്ള, അല്ലെങ്കിൽ തറവാടുള്ള നിങ്ങളെയൊക്കെ ആത്മാവിന്റെ നിറവിൽ നിറയ്ക്കുവാൻ എന്റെ ദൈവം ശക്തനാ. ഈ ആത്മപകർച്ച ഇന്നുമുള്ളതാ, എല്ലാവർക്കുമുള്ളതാ. അതിനുവേണ്ടി നാം കുതിക്കണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്വതന്ത്രം നമ്മുടെ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകളിൽ ഒക്കെ ഈ ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും പറയുന്നതാണ്, ഈ ഒരു പ്ലെയിൻ പറക്കണമെങ്കിൽ 2 വിങ്സ് വേണം. 2 ചിറകില്ലാതെ പ്ലെയിൻ പറക്കത്തില്ല. സ്വതന്ത്രം, അത് 2 വിങ്സിനെ, 1 ദൈവവചന പഠനവും 2 പരിശുദ്ധാത്മാ നിറവിലുള്ള ആരാധന. ഇത് 2 കൂടെ ബാലൻസ് ചെയ്തെങ്കിലേ ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് വചനം പഠിപ്പിക്കുന്ന പല സഭകളും ആത്മീയ ആരാധനയില്ല. സ്വതന്ത്രം, ഇന്ന് ആത്മീയ ആരാധനയുള്ള പല സഭകളും ദൈവവചന പഠനമില്ല. ഇത് 2 ഒരുപോലെ, ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ പഠനം, അതോടെ തന്നെ ആത്മനിർവ്വലുള്ള ആരാധന, ഇത് 2 കൂടെ ഒരു ബാലൻസ് ചെയ്ത് നിന്നാലുണ്ടല്ലോ ആത്മാവിൽ നമുക്ക് പാറത്തുയരുവാനായിട്ട് സാധിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചീറകടിച്ച് പറക്കുന്ന ഒരു ആത്മീയ മണ്ഡലം ഇന്നുമുണ്ട്. സ്വതന്ത്രം, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ചർച്ചിലൊക്കെ വല്ലപ്പോഴൊക്കെ ഉപവാസ പ്രാർത്ഥനയൊക്കെ, ഞങ്ങൾ മാസത്തിൽ ഒരു 3 ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില ദൈവദാസന്മാരൊക്കെ വിസിറ്റിങ്ങിന് വരും. ചിലപ്പോൾ ഞങ്ങൾ തന്നെയായിരിക്കും. ചില സന്ദർഭങ്ങളിൽ ദൈവാത്മാവിന്റെ ആഴമേറിയ ആരാധന വെളിപ്പെട്ടിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലൊക്കെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ആരാധനയുടെ നടുവിൽ കൂടെ എൻ്റെ കർത്താവ് നടന്നു പോകുന്നത് ഞാൻ ആത്മദൃഷ്ടിയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ കർത്താവിനെ 1-2 പ്രാവശ്യം എൻ്റെ അരിക്ക് കൂടെ നടന്നു പോകുന്നത് ഞാൻ സെൻസ് ചെയ്തിട്ട്. ഇതൊക്കെ ആത്മീയ മണ്ഡലത്തിലെ നമുക്ക് കാണാനായിട്ട് നമ്മുടെ ഭൗതിക കണ്ണുകളൊന്നും ഈ കർത്താവിന്റെ തേജസ്സും മഹത്വം ഒന്നും കാണാൻ പറ്റത്തില്ല. കർത്താവ് സഭയുടെ നടുവിൽ കൂടെ തന്റെ മഹത്വത്തോടെ തേജസ്സോടെ ഇറങ്ങി നടക്കുന്ന, എഴുന്നള്ളി വരുന്ന കർത്താവിന്റെ എഴുന്നള്ളത്ത് ആത്മാവിന്റെ ദൃഷ്ടിയിൽ കൂടെ കാണുവാൻ കർത്താവ് 1-2 പ്രാവശ്യം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ദൈവാത്മാവ്, ഞാൻ എപ്പോഴും കർത്താവ് പ്രാർത്ഥന, ഞാൻ ഇന്നും കർത്താവ് എനിക്ക് കർത്താവിന്റെ ഒരു വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ ഇന്നും എനിക്കെന്നും ആത്മനിറവ് ആവശ്യമാണ്. എന്നും ഇന്നലത്തെ നിറവ് പോലെ ഇന്ന് ആത്മനിറവ് വേണം. സ്തോത്രം, അതാണ് എഫേസ്യർ 5:18. അത് ആത്മാവിനെ പ്രാപിക്കുന്ന ആത്മനിറവുള്ളവരായി, എപ്പോഴും ആത്മനിറവുള്ളായി, എന്നും നമ്മൾ ആത്മനിറവിൽ ജീവിതത്തിൽ. അങ്ങനെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഭവനത്തിൽ വന്ന് ബെഡിലൊക്കെ കിടക്കുമ്പോൾ ബെഡ് തന്നെ തെടുത്തെറിയുന്ന മണ്ഡലത്തിൽ ആ ഒരു ബലൂൺ പോലെ നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ സന്നിധിയിൽ എംറ്റി ആക്കി കൊടുത്താൽ, സ്തോത്രം, നമ്മള് ഒന്നുമില്ല ഏതുമില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ നിറയ്ക്കുന്ന ഒരു കർത്താവാ, നമ്മളെ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കർത്താവാ. നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം നേരത്തെ നിറഞ്ഞു കവിയുന്ന ഒരു ആത്മീയ അനുഭവത്തിന്റെ ഉടമസ്ഥരാകുവാൻ കർത്താവ് നമുക്കൊക്കെ കാലാകാലങ്ങളായിട്ട് ഭാഗ്യം തന്നു. എൻ്റെ ജീവിതത്തില് എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കാൻ ലഭിച്ച ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് കഴിഞ്ഞ് എൻ്റെ കർത്താവിന്റെ വേണ്ടി കർത്താവിനെ എൻ്റെ ഒരു സാക്ഷിയായി ജീവിപ്പാൻ, കർത്താവിനെ മറ്റുള്ളവർ പങ്കുവെക്കുവാൻ, ഒരു ആത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ജീവിതം ഹല്ലേലൂയ ചെയ്യുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറ്റു പല ഫീൽഡുകളിലും ജോലി ചെയ്തിട്ടുള്ള, അമേരിക്ക വന്ന് ഒരു പ്രൈവറ്റ് ലാബ് കുറച്ചാൾ നടത്തിയതാ, വേറൊരു ബിസിനസ് നടത്തിയതാ, 3 ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത, ഡിട്രോയിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ലാബിന്റെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത, ഇതിനേക്കാളൊക്കെ മാന്യത എൻ്റെ കർത്താവിനെ വിശുദ്ധിയോടെ പരമാർത്ഥ ഹൃദയത്തോടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തി യേശുവിന് വേണ്ടി ജീവിക്കുന്നത് പോലെ വേറെ ഒരു പ്രൊഫഷണൽ ലോകത്തിലില്ല. എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ, യേശുവിനോട് പറ്റി ജീവിക്കുവാൻ, ഞാനൊരു ദൈവ പൈതലാന്ന് പറഞ്ഞ് ജീവിപ്പാൻ. ഹല്ലേലൂയ. ഞാനൊരു ദുഷ്ടശക്തിയിൽ വരുമ്പോ ഞാൻ യേശുവിന്റെ സ്വന്തമാ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പൈതലാ, എന്നെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാ, എന്റെ ശരീരം ദൈവത്തിനുള്ളതാ.
അല്ലല്ലോ, ഞാനും എനിക്കുള്ളതൊക്കെ ദൈവത്തിനുള്ളതാ. പിശാചേ, നിനക്ക് എന്റെ മേൽ അധികാരമില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അവകാശമില്ല, എനിക്കുള്ളതെല്ലാം ദൈവത്തിനുള്ളതെന്ന് പിശാചിനെ പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ള ഒരാത്മനിറവിന്റെ അനുഭവത്തിൽ ദൈവമക്കളെ ദിവസങ്ങളിൽ ജീവിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ആത്മാവിൽ ആരാധിക്കുന്നൊന്നും കുറഞ്ഞു പോകരുത്. സ്തോത്രം. അന്യഭാഷയിൽ ആരാധിക്കുന്നൊന്നും കുറഞ്ഞു പോലും. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെക്കാളും അന്യഭാഷയിൽ സംസാരിക്കുന്നോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആരാധനയ്ക്കൊക്കെ വ്യത്യാസം വരട്ടെ. അല്ലെങ്കിൽ നമ്മള് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആത്മമണ്ഡലത്തിൽ ആരാധിക്കട്ടെ. നമ്മൾ യാത്ര ചെയ്യുന്ന മേഖലകളിലൊക്കെ, നമ്മൾ പോകുന്ന കടകളിലും കച്ചവട സ്ഥലങ്ങളിലും ഒക്കെ നമ്മളൊരു ദൈവത്തിന്റെ ദാസ്യ, നമ്മുടെ മേലൊരു അഭിഷേകമുണ്ടെന്നും നമ്മുടെ മേലെ ശത്രുവിനെ തൊടാൻ വയ്യാത്ത, അടുക്കാൻ വയ്യാത്ത ഒരു ദൈവമുണ്ടെന്നും ദേശക്കാർ അറിയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവരെ യേശുവിനെ കർത്താവ് രക്ഷയോടെ സ്വീകരിപ്പാൻ ഞങ്ങളുടെ ദേശത്തൊരു ദൈവഭക്തനായ കർത്താവിന്റെ ദാസ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ക്രിസ്തുവിന്റെ സ്വഭാവം കാഴ്ചവെക്കുന്ന, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ താഴ്മയുള്ളവരായി, ഗലാത്യന് എഴുതിയിരിക്കുന്ന എല്ലാ ആത്മഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൂടെ ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹം, സന്തോഷം, സൗമ്യത, ദീർഘക്ഷമ, ഇങ്ങനെ എല്ലാ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവരെ കണ്ട് നമ്മുടെ ജീവിതം തന്നെ യേശുവിനെ പോലെ അയച്ചിരട്ടെ. നമ്മുടെ മേലെ ദൈവാത്മാവ് തന്നിരിക്കുന്നത് നമുക്ക് ചാടാനും തുള്ളാനും കൈയടിക്കാനും മാത്രമല്ല. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം മറ്റുള്ളവരോട് യേശുവിനെ പറയാനായിട്ടാ, യേശുവിന്റെ നാമം അവരുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്താനായിട്ടാ, അവരെ യേശുവിലേക്ക് നയിക്കുവാനായിട്ടാ. അതുകൊണ്ട് ഈ കാലയളവിൽ നമ്മുടെ ആരാധനയൊക്കെ അല്ലെങ്കിൽ സത്യ ആരാധനയായിട്ട്, ആത്മനിറവുള്ള ആരാധനയായിട്ട് അല്ലെങ്കിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ദൈവത്തെ ആരാധിക്കുവാൻ ലഭിച്ച ഭാഗ്യം അല്ലെങ്കിൽ വലിയ ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ആത്മനിറവിലുള്ള അന്യഭാഷയിലുള്ള പ്രാർത്ഥനയും ആരാധനയും ഒന്നും കുറഞ്ഞു പോകരുത്. പ്രത്യേകിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യലേഖനം 14:1 പഠിക്കുന്നുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യരോടല്ല ദൈവത്തോടെ സംസാരിക്കുന്നത് അവർക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുന്നു. സ്തോത്രം. ഞാന് മിക്കവാറും ഞങ്ങളുടെ ചർച്ചയിൽ പറയുന്ന ഒരു വിഷയമാണ്. അത് നിങ്ങൾക്ക് കൈക്കൊണ്ടാൽ മതി. എനിക്ക് ദൈവാത്മാവ് കഴിഞ്ഞ കാലങ്ങൾ തന്ന ഒരു വചനത്തിന്റെ ഒരു പ്രകാശനമാണ്. ഇന്ന് ആത്മീയ ആരാധനയും അന്യഭാഷയും ഒക്കെ പലയിടങ്ങളിലും വിലക്കുകയും ആത്മീയ ആരാധനയ്ക്കകത്ത് തീ പോലെ കത്തി ജ്വലിക്കുന്ന, അവിടെ വെള്ളമൊഴിച്ച് തീ കെടുത്തുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയും, അന്യഭാഷയിൽ സംസാരിക്കാൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തും. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ പ്രയർ ലൈഫില് നിങ്ങൾ വീട്ടിൽ ഒരു 100 മണിക്കൂർ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആരാധിക്കുന്നെങ്കിൽ 1 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തോത്രം, പാട്ട് പാടുന്നത് വെറും പാട്ടുപാടി വിടാതെ അതൊരു ആത്മീയ ആരാധനയായിട്ട് ആത്മീയ ആരാധനയായിട്ട് ഏറ്റെടുക്കണം. അങ്ങനെയുള്ള മണ്ഡലമൊക്കെ ഉണ്ട്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഈ ഗൾഫിൽ നിന്നും ഈ ഡിട്രോയിറ്റ് വന്ന ഒരു ഭവനത്തില് ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയിൽ ആ ഭവനത്തിൽ പോയി ഒരു 7 മണിക്ക് ഒരു പാട്ട് പറഞ്ഞാൽ ആ ഒരൊറ്റ പാട്ട് 2 മണി വെളുപ്പാകെ 2 മണി വരെയൊക്കെ ആത്മാവിൽ ആരാധിച്ച ഒരു കാലയളവുണ്ട്. ഇന്നൊന്നും അതുപോലെ പറ്റുന്നില്ലെന്ന് ഒരു വേദനയുണ്ട്. അങ്ങനെ ഒരു ആത്മീയാരാധനയുടെ മണ്ഡലം ഉണ്ട്. സ്തോത്രം. ഞാൻ പറയുന്ന ഒരു ഇതാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരെ കേൾപ്പിക്കാനല്ല, അത് ദൈവത്തോട് പറയുന്ന ദൈവത്തോടുള്ള പറയുന്ന ഭാഷയാണ്. അതൊരു മർമ്മമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ്. അതിനെ നമ്മളൊന്നും കളിയാക്കേണ്ട വിഷയമൊന്നുമില്ല. ഞാൻ പറയും, ആരാധിക്കുമ്പോൾ നമ്മൾ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ തെലുങ്കോ ഏത് പാട്ട് പാടുമ്പോഴും ആ പാട്ട് പാടുമ്പോൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാം. കാരണം ഞാൻ പറയുന്നതിന് കാരണം നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിനെ സ്തുതിക്കാം. അത് മറ്റുള്ളവർ കേൾക്കാനല്ല. നമ്മുടെ ആരാധന ദൈവത്തോടാണ്. നമ്മൾ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് മഹത്വം അർപ്പിക്കുക, ദൈവത്തിന് സ്തുതിഗീതം പാടുമ്പോൾ നമ്മൾ ഏത് ഭാഷയെ പാടുന്നു എന്നുള്ള ദൈവത്തിന് വിഷയമല്ല. അത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാകേണ്ടതിന് അത് അന്യഭാഷക്കാരൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലും ഉണ്ടാതിരിക്കട്ടെന്നാണ് ദൈവത്തോട്. എന്നാൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ, നിങ്ങളുടെ പേഴ്സണൽ വർഷിപ്പിൽ അന്യഭാഷയിൽ ആത്മനിറവിൽ ആരാധിച്ച് ഈ ദിവസങ്ങളിൽ ആകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നമ്മുടെ ഈ ആത്മാവിലൊക്കെ ആരാധിച്ചാൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറിപ്പോ, രോഗമൊക്കെ അറിയാതെ ശരീരം വിട്ട് ഇറങ്ങിപ്പോ.
അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കാലയളവിലും ദൈവം ചെയ്യുന്ന ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഡിട്രോയിറ്റ് പ്രദേശങ്ങളിൽ ഞങ്ങള് ട്രോയ് ഇന്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡ് എന്നുള്ള ബന്ധത്തില് ഞങ്ങള് കർത്താവിനെ ആരാധിക്കുന്നു. ഞങ്ങൾക്കിപ്പം മലയാളത്തിൽ ഒരു വർഷിപ്പുണ്ട്, ഇംഗ്ലീഷിലൊരു വർഷിപ്പുണ്ട്, വിവിധ ഭാഷക്കാർ വരുന്നുണ്ട്. ഈ കാലയളവിൽ ദൈവം ഈ കാലയളവിൽ ചെന്ന ചില ദൈവത്തിന്റെ ഞങ്ങളുടെ ചർച്ച അത്ഭുത രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മ നിറവിൽ വിശ്വസിക്കുന്ന, വചനത്തിന്റെ പ്രോപ്പർ ഇന്റർപ്രിറ്റേഷൻ വിശ്വസിക്കുന്നവരാ. വചനം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണമെന്നും വചന സത്യത്തിന് തന്നെ വില കൊടുക്കണമെന്നും വചനത്തിന്റെ ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലെന്നും ഉൽപ്പത്തി 1 തൊട്ട് വെളിപ്പാട് 1 വരെയുള്ള എല്ലാ വാക്യങ്ങളും ദൈവാശ്വാസമാണെന്നും വചന അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവസഭ ഞങ്ങൾക്കുണ്ട്. സ്തോത്രം. വിശുദ്ധിക്ക് വേർപാടിന് വില കൊടുക്കുന്ന ഒരു ദൈവസഭ. ഞങ്ങളുടെ ചർച്ചയിൽ യാതൊരു പൊളിറ്റിക്സും ഉണ്ടാക്കുവാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ ചർച്ചയിലുള്ള ഭൂരിപക്ഷ ആളുകളും ഇതുപോലെ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ആളുകളാണ്. അവിടെ ഞങ്ങള് നമ്മുടെ നാട്ടിലൊക്കെയുള്ള യാതൊരുവിധമായ പൊളിറ്റിക്സ്, സ്ഥാനം, കസേര ഇതിനൊന്നും ഞങ്ങൾ വില കൊടുക്കത്തില്ല. ഞാൻ പറയുന്നത് ദൈവസഭയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ. അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അവനാണ് സഭയുടെ നാഥൻ. സഭയുടെ ഉയർത്തുവാൻ യോഗ്യനായ ഒരൊറ്റ നാമം യേശുവിന്റെ നാമമാണ്. യേശു അല്ലാതെ സഭയിൽ ആരും ഉയർത്തപ്പെടാൻ പാടില്ലെന്ന് കർശനമായിട്ട് ശാസിക്കുന്ന ഒരു പാവപ്പെട്ട ദൈവദാസനം. അങ്ങനെ വരുമ്പോൾ ചിലർക്കൊക്കെ പ്രയാസം ഇതൊക്കെ വന്നു കഴിഞ്ഞാലും എന്നോട് കർത്താവ് കാലകാലങ്ങളായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്, മോനെ, നീ എൻ്റെ വചനത്തിന് വേണ്ടി നിന്നാൽ ആരും നിന്റെ കൂടെ നിൽക്കാനില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ കാണും. എല്ലാരും വിട്ടുപോയാലും ഞാൻ നിന്റെ കൂടെ കാണും. വലിയ ഉറപ്പാ. ഈ പരിശുദ്ധാത്മാവ് ലഭിച്ച കാലയളവിലൊക്കെ, ആ അഭിഷേകത്തിന്റെ ആഴങ്ങളിലൊക്കെ ഇറങ്ങിയ കാലങ്ങളിലൊക്കെ വളരെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഈ വിഷയം പറഞ്ഞ് ആരും നിന്നില്ലെങ്കിലും ഞാൻ തന്നെ ആരാധിക്കാനാണെങ്കിലും പരിശുദ്ധാത്മാവ് നിറവിലുള്ള അനുഭവം പോലെ വേറൊരു ജീവിതമില്ല. അത് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളിൽ വസിച്ച് മുഴുവൻ കൺട്രോളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന മണ്ഡലത്തിൽ നമ്മെ ഈ ദിവസങ്ങളിൽ ദൈവം വളർത്തിക്കൊണ്ടുവരട്ടെ. അങ്ങനെയൊക്കെ ഒരു 2019-20 എനിക്ക് ദൈവം തന്ന ഒരു ദർശനമാണ്. ഞങ്ങൾ കൂടി വരുന്ന ദൈവസഭയിൽ നിന്ന് തന്നെ പലര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പുറത്തു വരണം. പലരും പാസ്റ്റേഴ്സായിട്ട് പുറത്തു വരണം. അത് അമേരിക്കയിലും അവരയക്കുന്നിടത്തൊക്കെ ഞാൻ പരസ്യമായിട്ട് പറയും, ഇവിടെ വേറൊരു ദൈവദാസനെ കൊണ്ടുവരാതെ ഇവിടെ ഉള്ള ആളുകള് വചനം പഠിച്ച് കർത്തുവേലയിൽ വന്ന് ഇവിടുത്തെ ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന്. അതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. അങ്ങനെയുള്ള പല വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ദൈവാത്മാവ് തന്നത് പരസ്യമായിട്ട് പറഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കണ്ട ഒരു പാവപ്പെട്ട ദൈവദാസനെ ഞാൻ. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ കാലയളവിൽ ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ വേറെ 5 പേരെ കർത്താവ് ദൈവവേലയ്ക്ക് വേണ്ടി മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന യൗവനക്കാർ, നമ്മുടെ മലയാളി പേരൻസിന്റെ പിള്ളേർ, ഇവിടെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, എഞ്ചിനീയേഴ്സും ലോയേഴ്സും മെഡിക്കൽ ഡോക്ടേഴ്സുമായിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ഈ സമയത്ത് ഞങ്ങളുടെ ദൈവസഭയിൽ മിനിസ്ട്രി വന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ഒരു വലിയ നീതിയാണ്. അത് ദൈവം പരസ്യമായിട്ട് പ്രൊക്ലെയിം ചെയ്ത് പരസ്യമായിട്ട് ഒരു പ്രൊഫറ്റിക് വേർഡായിട്ട് ദൈവസഭയിൽ പറഞ്ഞ് അല്ലെങ്കിൽ അമേരിക്കയിൽ നല്ല സ്ഥാനവും ജോലിയും പഠിപ്പും മാന്യതയുമുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ വരിക എന്ന് പറഞ്ഞത് ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ സാരം ഇവരെയൊക്കെ ഇവിടെ തന്നെയല്ല, റഷ്യയിലും ചൈനയിലും ആഫ്രിക്കയിലും മറ്റിടങ്ങളിലൊക്കെ വലിയ ശക്തരായ സുവിശേഷകന്മാരുടെ ദൈവം അയക്കട്ടെ. അതുകൊണ്ട് ഈ കാലയളവിൽ ഞങ്ങളുടെ ഈ കൊച്ചു സഭയെ ഈ ദേശത്ത് വളരെ മാനിക്കും വളർത്തുമെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ്. കാരണം വചനത്തിൽ ഒരു മായവും ചേർക്കാതെ കർത്താവിനെ വിശുദ്ധിയോടെ പരമാർത്ഥ ഹൃദയത്തോടെ അല്ലേലിയ ഒരു പൊളിറ്റിക്കൽ വിഷയമില്ലാതെ ദൈവത്തെ ഉയർത്തണം, ദൈവത്തെ ആരാധിക്കണം, യേശുവിനെ മഹത്വപ്പെടുത്തണം എന്ന് മാത്രം ലക്ഷ്യമുള്ള ഒറ്റ ഉദ്ദേശമുള്ള യേശുവിന്റെ നാമം മഹത്വപ്പെടണം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഈ ദൈവസഭയെ ഈ കാലയളവിൽ കൊണ്ടുവന്ന് വലിയ ദൈവപ്രവൃത്തി ഈ മെട്രോ ഡിട്രോയിറ്റ് പ്രദേശത്ത് ചെയ്യുമെന്ന് ഈ കാലയളവിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അടുത്ത വർഷം ഞങ്ങൾ ഒരു ഇവാഞ്ചലിസ്റ്റിക് ടീം ഓർഗനൈസ് ചെയ്ത്
ഈ ഏരിയയിലുള്ള സ്ട്രീറ്റുകള്, ഭവനങ്ങള്, ഞങ്ങളുടെ ചർച്ചിന്റെ ചുറ്റുപാടിലൊക്കെ ഒരുപാട് വടക്കേന്ത്യക്കാര്, ഹൈദരാബാദുകാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. ഇവരുടെ എല്ലാ ഭവനങ്ങളിലും സുവിശേഷമായിട്ട് പോകാൻ ഉള്ളൊരു വലിയ ഒരു തീഷ്ണത, ഒരു ആത്മഭാരം ഞങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു, ഒരു മിഷൻ വർക്കിന് സുവിശേഷം പറയാൻ ഇന്ത്യ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ അമേരിക്കയിലുള്ള നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ മുസ്ലിംസ്, ഹിന്ദുക്കളെ, യേശുവിനെ അറിയാത്ത അനേകാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിച്ചെങ്കിൽ ആ ശക്തിയിൽ മറ്റുള്ളവരെ ഈ സുവിശേഷത്തിന് വേണ്ടി കൊണ്ടുവരാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിന്റെ രാജ്യത്തിൽ അവരെ കൊണ്ടുവരട്ടെ. അവരൊക്കെ കർത്താവിനെ രക്ഷകമായിട്ട് സ്വീകരിക്കട്ടെ. അതിന് ഞങ്ങളെയൊക്കെ കർത്താവ് പ്രാപ്തരാക്കാൻ നിങ്ങൾ ഈ അരോമ ടിവിയിലുള്ളവർക്ക് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. ഞങ്ങളുടെ ദൈവസഭയില് ഈ അരോമ ടിവിയില് നേരത്തെ ശുശ്രൂഷിച്ച ഒരു സിസ്റ്റർ പ്രീതി ശങ്കരത്തിലുണ്ടല്ലോ, ആ സഹോദരി വല്ലപ്പോഴൊക്കെ ഭർത്താവിനെ ഒളിച്ചും പാത്തും ഒക്കെ ഞങ്ങളുടെ കൂടെ വന്ന് ആരാധിക്കും. കഴിഞ്ഞ സാറ്റർഡേയില് ഞങ്ങൾക്കൊരു ലേഡീസ് പ്രയർ ഉണ്ടായിരുന്നില്ല. കർത്താവിന്റെ ദാസിയാണ് അവിടെ വന്ന് വചനം ശുശ്രൂഷിച്ചത്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. ആ കുടുംബം, ഈ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഓർത്തഡോക്സ് യാക്കോബ അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഈ അച്ഛന്റെ കൂടെ ഒക്കെ ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത സ്ട്രോങ് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വിശ്വാസത്തിന് വേണ്ടി ഹല്ലേലൂയ ഈ അരോമ ടിവിയിൽ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ കൂടെ പലപ്പം വന്ന് ഒരു ഉപവാസ പ്രാർത്ഥന ഞാൻ കർത്താവിന്റെ ദാസിയുടെ ഒരു ദൂതൊക്കെ പറഞ്ഞാലും ഈ അരോമ ടിവിയിൽ ഈ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം കേട്ടപ്പോഴാണ് ഞാൻ ഓർത്ത്, എന്റെ കർത്താവ്, ഈ സഹോദരി ആരാധനയ്ക്ക് ഇത്ര വില കൊടുത്ത് തനിയെ ഇറങ്ങി വന്ന ഒരു സഹോദരി എന്റെ ജീവിതത്തെ ചലിപ്പിച്ചു പോയി. ഞങ്ങളുടെ കൂടെ വന്ന് ആരാധിച്ചാണെങ്കിലും ആരാധനയ്ക്കൊക്കെ വില കൊടുക്കാൻ ഇത്ര തയ്യാറായ വ്യക്തിത്വങ്ങൾ ഉണ്ടല്ലോ. അതൊക്കെ എത്ര ആയിരം ജീവിതങ്ങളെ സ്പർശിച്ചു. അതെ, ആ സഹോദരി പറഞ്ഞ സാക്ഷ്യമൊക്കെ എനിക്കറിയാവുന്ന പേഴ്സണൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചില് പലപ്പോഴും വന്ന് ആരാധിക്കുന്ന എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കർത്താവിന്റെ സഹോദരിയാണ്. ആ കർത്താവിന്റെ ദാസിയൊക്കെ കാലളവിൽ ഞാൻ വിചാരിക്കുന്നു ഭയങ്കര ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കും. നമ്മുടെ ആദ്യമേലും പകരാത്ത ഒരു അഭിഷേകമൊക്കെ ഈ ചെറുപ്പക്കാരിലൊക്കെ ഉണ്ട്. ഈ അരോമ ടിവിയിലൊക്കെ കർത്താവിന്റെ ദാസിയൊക്കെ ഈ കാലയളവിൽ വന്ന് ശുശ്രൂഷിച്ചിട്ട് ഇവിടെയുള്ള പാപികളൊക്കെ മാനസാന്തരപ്പെട്ട്, രോഗികളൊക്കെ വചന കേൾക്കുന്ന സൗഖ്യമാകട്ടെ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട്. ഞാൻ എന്തിനു പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സഹോദരി സാക്ഷ്യം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വ്യാജമോ തെറ്റോണ്ടൊന്നുമല്ല. ആരാധനയ്ക്ക് വില കൊടുത്താൽ ദൈവം മാനിക്കും. അങ്ങനെ ഞാൻ ഈ ആത്മീയ ആരാധനയൊക്കെ ഞങ്ങളുടെ ദൈവസഭ വെളിപ്പെടുമ്പോൾ ഇത്രയും ആരാധന വേണ്ടെന്നും ഇത്രയും അന്യഭാഷ വേണ്ടെന്നും ഒക്കെ പറഞ്ഞ് ചിലരൊക്കെ ഡിസ്കറേജ് ചെയ്യുമ്പോൾ ഞാൻ പറയും, എൻ്റെ അച്ചായ സമുദായത്തിൽ നിന്നും വേർപാട് സഭയിൽ സ്നാനപ്പെട്ട എന്നെ പരിശുദ്ധാത്മാവിൽ നിറച്ചു കഴിഞ്ഞാൽ ആത്മനിറവിലുള്ള ആരാധനയ്ക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ആരുമില്ലെങ്കിൽ ഞാൻ തന്നെ മതി. എങ്ങനെ കർത്താവ് കൂടെ വരും. പത്മോസിൽ യോഹന്നാൻ തന്നെ ആയിരുന്നപ്പം യോഹന്നാന്റെ കൂടെ ആരാധിപ്പാൻ, അല്ലെങ്കിൽ യേശു തന്റെ മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഹത്വത്തോടെ എഴുന്നേലി വന്നെങ്കിൽ ആത്മനിറവിൽ ആരാധിപ്പാൻ നമ്മൾ തയ്യാറായാൽ, നമ്മുടെ വിഷയത്തിൽ നമ്മളെ വിടുവിക്കുവാൻ, നമ്മളെ സൗഖ്യമാക്കുവാൻ ഇന്ന് ഈ സമയത്ത് കർത്താവ് നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ അത്ഭുത രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ടാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് പറഞ്ഞു ഞാൻ വാചനമായിട്ട് അവരെ സൗഖ്യമാക്കി. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യോഗയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇത് പറയട്ടെ, ഈ അരോമ ടിവിയിൽ എന്നെ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും സ്വതം ഞാൻ ശ്രീനഗറില് ഒരു സന്ദർഭത്തില് പഞ്ചാബിലുള്ള ഒരു പാസ്റ്ററിന്റെ കൂടെ അവിടെ ഒരു 2 മീറ്റിങ്ങിന് പോയി. ഒരിടത്തെ ഒരു മീറ്റിംഗ് എന്റെ കഴിഞ്ഞ വചനം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെയുള്ള ഒരു ഓൾട്ടർ കോൾ, രക്ഷിക്കപ്പെടുന്ന യേശുവിനെ കർത്താവ് രക്ഷിതമായിട്ട് സ്വീകരിക്കുന്നവർക്ക് വേണ്ടി മുന്നോട്ട് വിളിച്ചു. ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വന്നു. രണ്ടാമതായിട്ട് യേശു നിങ്ങളുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഇന്ന് രോഗസൗഖ്യം വേണ്ടവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവിടുന്ന് പോരുന്നു കഴിഞ്ഞ് അവിടുത്തെ ദാസൻ എന്നെ വിളിച്ചു പറഞ്ഞൊരു വിഷയമാണ്. ഒരു ടെറസിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ രോഗമുള്ള മുഴയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാൽ നമ്മളാ പ്രാർത്ഥിക്കുന്ന യേശു ആ സൗഖ്യമായിരുന്നു. അന്നേരം ഒരു വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒരു അമ്മ ഒരു കുഞ്ഞിന്റെ തൊണ്ടയ്ക്ക് ഒരു മുഴയുണ്ട്, അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ മുഴയില്ല.
രാവിലെ കുഞ്ഞിനെയും കൊണ്ട് അമ്മ ആ പാസ്റ്ററിന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന ഇന്നലെ ദേവദാസിനാണ്. ഞങ്ങൾ അവിടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു മീറ്റിങ്ങിന് പോയി. അങ്ങനെ അത്ഭുത രോഗസൗഖ്യം കർത്താവ് ഇന്നും ചെയ്യുന്നവനാ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എന്റെ മനസ്സിലാവോ ചിന്ത വന്നതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചേ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ എവിടെങ്കിലും ആ ചെസ്റ്റിന് പേരിലും കൂടെ അവിടെ കൈവെക്ക്. തലയ്ക്ക് വേദന ഉണ്ടെങ്കിൽ അവിടെ, ലങ്സിന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ കൈവെക്ക്. കിഡ്നി വർക്ക് ചെയ്യുന്നില്ല അവിടെ കൈവെക്ക്. കാലിന് വേദന ഉണ്ടെങ്കിൽ അവിടെ കൈവെക്ക്. മുട്ടിന് വേദന ഉണ്ടെങ്കിൽ അവിടെ കൈവെക്ക്. നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവാം. അല്ലെങ്കിൽ കർത്താവിന്റെ വാചനം വായിച്ച നിങ്ങളെ സൗഖ്യമാക്കും. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സൗഖ്യമായി വിടുതലായിട്ട് വെളിപ്പെടും. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കരം വെച്ച് വിശ്വാസത്തോടുകൂടെ എന്നെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാകുന്നുണ്ട്. അത് ഏറ്റെടുത്താട്ടെ. എന്നെ ഈ ലൈവ് സ്ട്രീമിൽ കാണുന്ന, ഈ അരോമ ടിവിയിൽ കാണുന്ന നിങ്ങളുടെ മേൽ അത്ഭുത രോഗസൗഖ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നമ്മളൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ അവകാശമുള്ളൂ. കർത്താവാണ് സൗഖ്യമാക്കുന്ന. അവനാണ് നമ്മുടെ സൗഖ്യദായകൻ. അവനാണ് നമ്മുടെ ഗിലിയാദിലെ കുഴപ്പം. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവ് അരോമ ടിവിയില് അല്ലല്ല ഈ പ്രേരണയില് അല്ലല്ല രോഗത്താൽ വലയുന്ന അല്ലല്ല വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരം വെച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങളുണ്ടല്ലോ, രോഗസൗഖ്യമുണ്ടല്ലോ. നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ. അങ്ങയുടെ അടുപ്പിനരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നല്ലോ. അങ്ങയുടെ അടുപ്പിനരുകളാൽ ഇന്ന് കരം വെച്ചിരിക്കുന്ന എല്ലാവരെയും തൊട്ട് സൗഖ്യമാക്കണം. ക്യാൻസർ വിട്ടുപോകട്ടെ, മുഴ വിട്ടുപോകട്ടെ, തലവേദന വിട്ടുപോകട്ടെ, ആസ്മ വിട്ടുപോകട്ടെ, ഹാർട്ട് പ്രോബ്ലം വിട്ടുപോകട്ടെ, കിഡ്നി പ്രോബ്ലം വിട്ടുപോകട്ടെ. അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ നോർമൽ ആകട്ടെ, അനീമിയ ഉള്ളത് വിട്ടുപോകട്ടെ, മുട്ടിന്റെ വേദന വിട്ടുപോകട്ടെ, ആസ്മ വിട്ടുപോകട്ടെ, ആർത്രൈറ്റിസ് വിട്ടുപോകട്ടെ, ഡയബറ്റീസ് നോർമൽ ആകട്ടെ, ബ്രെയിൻ ട്യൂമർ വിട്ടുപോകട്ടെ. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളറകളിൽ മനുഷ്യർ ദൃഷ്ടിച്ച് കാണാൻ കഴിയാതെ ഒളിച്ചിരിക്കുന്ന ട്യൂമേഴ്സ്, ഒളിച്ചിരിക്കുന്ന ക്യാൻസർ സെല്ലുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. എല്ലാ രോഗക്കെട്ടുകളെ ഞങ്ങൾ അഴിച്ചു മാറ്റുന്നു. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനമാണല്ലോ. അതുകൊണ്ട് ശത്രു കെട്ടിയിരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ, ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗസൗഖ്യം ഇന്ന് രാത്രി കാലം സംഭവിക്കട്ടെ. അങ്ങനെ ചെയ്ത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശു തന്റെ വചനമായിട്ട് സൗഖ്യമാക്കി. അങ്ങനെയാണെങ്കിൽ വചനത്തിൽ കൂടെയുള്ള ശക്തി അത് സൗഖ്യമായിട്ട് വെളിപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരമുയർത്തി ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ദൈവത്തെ പോലെ വേറെ ഓരോ ദൈവമില്ല. അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ സകല രോഗങ്ങളെയും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം വന്നാൽ കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോകണം, ലങ്സിന് പ്രോബ്ലം വന്നാൽ പൾമണറി സ്പെഷ്യലിസ്റ്റ് പോകണം, ബ്രെയിനിന് പ്രോബ്ലം വന്നാൽ ന്യൂറോളജിന്റെ ന്യൂറോ സർജന്റെ അടുക്കലൊക്കെ പോകണം. അല്ലെങ്കിൽ കാലിനും എല്ലിനും ഒക്കെ പ്രോബ്ലം വന്നാൽ ഓർത്തോപെഡിക് സർജനിക്ക് ഒഴികെ പോകണം. ഓരോ റഫറിന് പോകുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് സൂപ്പർ സ്പെഷ്യലിസ്റ്റാണ്. അവന് നമ്മുടെ എല്ലാ രോഗങ്ങളെയും അത് കണ്ണടച്ച് വിശ്വസിക്കണം. എന്റെ എല്ലാ രോഗങ്ങളെയും എന്റെ യേശു സൗഖ്യമാക്കുമെന്ന് അത് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർക്ക് പോകുകയല്ല. പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ എന്റെ ദൈവം അത്ഭുത രോഗസൗഖ്യം നിങ്ങളുടെ മേൽ ചൊരിയുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ദൈവവചന ശുശ്രൂഷയിൽ ദൈവം വളരെ രോഗസൗഖ്യം തന്ന് നിങ്ങളെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ആ രോഗസൗഖ്യം മാത്രമല്ല, ഈ ആത്മാവിന്റെ നിറവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തില് പത്രോസിനെ പ്രസംഗിക്കാൻ വിളിച്ചു. ആ വിഷയമൊക്കെ നിങ്ങൾക്കറിയാം. പത്രോസ് വന്ന് വചനം പ്രസംഗിച്ചപ്പം അല്ലെങ്കിൽ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മ വന്നതാണ്. അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തെന്ന് അവരെ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്ത് അവരെ രേഖപ്പെടുത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വചനത്തിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ആത്മനിറവുണ്ട്. ഈ ദൈവവചനത്തെ നമുക്ക് വേണ്ടിയത് മുഴുവനുണ്ട്. ഒരു വലിയ റെസ്റ്റോറന്റിൽ പോയി ഒരു വലിയ ബഫേ
വെച്ചിരിക്കുന്ന 10, 70, 80 ഐറ്റമുള്ള ബഫയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളെടുത്ത് കഴിക്കുന്നത് പോലെ ഈ ദൈവവചനത്തെ നമുക്ക് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത് മുഴുവൻ ഇതിനകത്തുണ്ട്. ഈ വചനം വിട്ട് നമ്മൾ എങ്ങും പോകണ്ട. ഈ വചനം പഠിച്ച് ഒരു മായമില്ലാത്ത പാല് പോലെ കുടിച്ച് ഈ വചനം എന്ന ഭക്ഷണം നമ്മൾ ഭക്ഷിച്ച് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഈ വചനപ്രകാരം ജീവിച്ച് ഈ വചനത്തെ ഉയർത്തിയാൽ നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ വചനം ഉയർത്തിയാൽ, വചനം പൊക്കിയാൽ, വചനം പ്രസംഗിച്ചാൽ, വചനത്തിന് വില കൊടുത്താൽ, വചനപ്രകാരം ജീവിച്ചാൽ, അല്ലെങ്കിൽ നീ രക്ഷിതനാകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. വചനത്തിൽ നിലനിന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഏറ്റെടുത്ത് അത് അപ്ലൈ ചെയ്താൽ നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളർത്തിയെടുത്തി നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയുണ്ട്. പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോയി അവരൊന്നും ആത്മനിറവ് പ്രാപിക്കണമെന്ന് ഒന്നും പ്രാർത്ഥിച്ചില്ല. വചനം പ്രസംഗിച്ചപ്പം, യേശുവിനെ പ്രസംഗിച്ചപ്പം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിലുണ്ട്, യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തെന്നൊക്കെ പറഞ്ഞ് ആ വിഷയം അവിടെ പ്രസംഗിച്ചപ്പം വചനം കേട്ടവരുടെ മേൽ ആത്മാവൊന്നു ഒരു കൈ തൊടാതെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ, ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ നിറയ്ക്കുന്ന ഒരാത്മശക്തി, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവവചനം അല്ലല്ലോ നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ കിടക്കുമുറിയിൽ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന മണ്ഡലത്തിൽ ആത്മാവിൽ ആരാധിച്ചു നോക്ക. നിങ്ങളുടെ സ്ഥിതിക്ക് കർത്താവ് വ്യത്യാസം വരുത്തും. അങ്ങനെ ഈ നല്ല കർത്താവിന്റെ പാതയെ പിൻപറ്റി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും കർത്താവ് കൃപ ചെയ്തു. എൻ്റെ ഭാര്യയുടെ വീട് ആനിക്കാട് മല്ലപ്പള്ളിലാണ്. ഓർത്തഡോക്സിൽ ഉള്ളൊരു സ്ട്രോങ് ഫാമിലിയിൽ നിന്നാണ് എൻ്റെ വൈഫ് പുറത്തു വന്നത്. ഭവനത്തിൽ ഇന്ന് പലരും യാക്കോബായിലുണ്ട്. കാനോ അച്ഛൻ്റെ ഒക്കെ കുടുംബത്തിലുള്ള ഒരു കുടുംബമാണ്. ഇപ്പോഴും പലരും യാക്കോബായില്ല. എങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് വേർപെട്ട ആത്മനിറവ് ദൈവത്തെ ആരാധിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചു. ഞങ്ങൾക്ക് ഈ പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ കാലാകാലങ്ങളായിട്ട് കർത്താവ് ഭാഗ്യം തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെയൊക്കെയുള്ള ഈ ലിറ്റോയിലുള്ള പല ഈ ഫുണറൽ സർവീസിനും മർത്തോമ, CSA, യാക്കോബ, യുവാഞ്ചലിക്കൽ ആര് മരിച്ചെന്ന് കേട്ടാൽ ഇവരുടെ ഫുണറൽ സർവീസിനൊക്കെ ഞാൻ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്, അവരെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ചിലപ്പോൾ അവരുടെ ആരാധനയൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോരും. പക്ഷെ ചിലപ്പോഴൊക്കെ ഇവരുടെ ഈ ആരാധനക്രമമൊക്കെ വായിക്കുമ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കർത്താവ് ഇതുപോലുള്ള പാരമ്പര്യ ബന്ധനത്തിൽ നിന്നൊക്കെ ഞങ്ങൾ ഒരു കാലത്ത് ഇതുപോലെ ആരാധന ക്രമം വായിച്ചൊക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥിച്ച ഒരു കാലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ ആത്മാവിന് സത്യത്തിൽ ആരാധിപ്പാൻ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലുത്. ഇത്ര വലിയ സ്നേഹം അറിയിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നല്ലോ. ഹല്ലേലൂയ. ആ യുവാഞ്ചലിക്കൽ സഭയിലൊക്കെ പണ്ട് ഒതുങ്ങിക്കിടക്കുന്ന ഞങ്ങളെയൊക്കെ അല്ലേലും പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹം അത്ര വലിയതാ. അല്ലേല എരിമ പ്രവചനെ പറ്റിയൊക്കെ പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒക്കെ നമ്മളെ സ്നേഹിച്ച് വേർതിരിച്ച് നമ്മളെയൊക്കെ ദൈവത്തിന്റെ ആക്കുവാൻ കർത്താവിന് ഭാഗ്യം തന്നല്ലോ. അങ്ങനെ കർത്താവിന്റെ വേലയില് അല്ലേലിയ ദിവസം തോറും അല്ലേലിയ വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുന്നു. ഈ കാലയളവിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ല മാതൃകയുള്ള ഒരു മോഡൽ ചർച്ച്, പലപ്പോഴും അന്ത്യോക്യയിലെ ചർച്ച് പോലെ, യെരുശലേമിലെ ചർച്ച് പോലെ, ആദ്യ നൂറ്റാണ്ടിലെ ഹല്ലേലൂയ ചർച്ച് പോലെ ഈ ചർച്ച ആയിത്തീർന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. നല്ല നല്ല സാക്ഷ്യമുള്ള, വിശുദ്ധിക്ക് വില കൊടുക്കുന്ന, നല്ല വചന പഠിപ്പിന് ഇതിന് വില കൊടുക്കുന്ന, സത്യാരാധനയ്ക്ക് വില കൊടുക്കുന്ന, കർത്താവിനെ പരമാർത്ഥ ഹൃദയത്തോടെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണ് ഞങ്ങളെയൊക്കെ ഈ കർത്താവ് ഈ ദേശത്ത് വീഴാതോടെ നിർത്തിയിരിക്കുന്നത്. കർത്താവിന്റെ ദയ, കരുണയ ഒന്നും പോഴാനില്ല, ഒരു പൊക്കറ്റവും പറയാനില്ല. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഞാനൊരു കോൺഫറൻസിന് അറ്റൻഡ് ചെയ്ത സന്ദർഭത്തില് പല പെന്തക്കോസ് പാസ്റ്റേഴ്സ് കൂടിയിരുന്ന് അവരുടെ ചരിത്രമൊക്കെ, അവരുടെ 4-5 തലമുറ പെന്തക്കോസുകാരാണെന്നൊക്കെ പറയുന്ന ഒരു മണ്ഡലത്തില് ഒരു 10-20 ദേവാസന്മാരോട് ഇരുന്ന് അവരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ എന്നോട് ചോദിച്ചു, ജോയ് ബ്രദർ എന്തോ പാരമ്പര്യം വരാനുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു പാപിയായിരുന്നു, കർത്താവിനെ രക്ഷിച്ചു.
എനിക്കത് അല്ലാതെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാനൊരു ഒരു സമുദായത്തിൽ ജനിച്ചു വളർന്നവനാ. കൃപയാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അനുഭവിപ്പാൻ, ആത്മനിറവ് അനുഭവിപ്പാൻ, ആത്മജീവിതം നയിപ്പാൻ, ആത്മാവിന്റെ കൺട്രോൾ ചെയ്യിപ്പാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്യുന്നു. അല്ലാതെ എനിക്കൊരു പാരമ്പര്യമില്ല. നമ്മളൊക്കെ പാവിലായിരുന്നു. നമ്മളെ രക്ഷിപ്പാൻ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് നമുക്ക് വേണ്ടി ലോകത്തിൽ വന്ന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാപത്തെയും ലോകത്തെയും ശാപത്തെയും ഏറ്റുകൊണ്ട് കാൽവരി കുരിശിൽ യാഗമായി തീർന്ന പരമയാഗത്തിൽ വിശ്വസിച്ച് നമുക്കൊക്കെ ദൈവമക്കളായി തീരുവാൻ, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ അവകാശം തന്ന് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ഭാഗ്യം തന്നല്ലോ. ആ ദൈവം എത്ര നല്ല ദൈവമാണ്. ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ അവനെ ആരാധിക്കണം. നമ്മളെ പിന്തുടരുക അവനെ പിന്തുടരണം. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാണ് യേശുവിന് വേണ്ടി ജീവിക്കുന്നു. പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നമ്മൾ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ ആ ഒരു മണ്ഡലത്തിലേക്ക് ദൈവം നമ്മെ വളർത്തിയെടുക്കും. എന്റെ ദൈവത്തിൽ വന്ന ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ ലെവലാണ് ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയും, ഏകദേശം ആ ഒരു നിലവാരത്തിൽ എന്നെ കർത്താവ് വളർത്താൻ ഒരു 40 വർഷക്കാലം എടുത്തു. ഞാൻ 74 സ്നാനപ്പെട്ടതാ. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷം ഒക്കെ ആയുള്ളൂ ആ നിലവാരത്തിലേക്ക് കർത്താവിന് എനിക്ക് ജീവിക്കുന്നത് കർത്താവ് അല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല. ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. എനിക്കുള്ളതും എന്റേതെല്ലാം എന്റെ ജീവിതത്തിന്റെ ഒറ്റ ലക്ഷ്യം യേശുവിനെ ഉയർത്തുക, യേശുവിന് വേണ്ടി ജീവിക്കുക, യേശുവിനോട് കൂടെ നടക്കുക, യേശുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുക. ഹല്ലേലൂയ. ആ യേശുവിനോടുകൂടെ പറ്റിച്ചേർന്ന് ജീവിച്ച് ഹല്ലേലൂയ കർത്താവ് വിളിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ അപ്പന്റെ വീട്ടിൽ പോവുക. ആ ഒരു ഉദ്ദേശമായിരിക്കണം നമ്മുടേതൊക്കെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ദിവസങ്ങൾ നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലയളവ് കർത്താവിന് വേണ്ടി ജീവിച്ച്, വിശുദ്ധിയോടെ ജീവിച്ച്, നിർമ്മലതയോടെ ജീവിച്ച്, കർത്താവിന്റെ വരവിൽ തള്ളപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിത്യം നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമ്മുടെ മരുഭൂമി യാത്ര വളരെ ഭയത്തോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ ജീവിക്കാം. ഒരിക്കൽ കൂടെ പറയട്ടെ, ഭക്തന്മാരും വിശുദ്ധന്മാരും ഒക്കെ കുറഞ്ഞു പോകുന്ന കാലയളവിൽ, പെന്തക്കോസ്ത് സഭകളിൽ പോലും വിശുദ്ധന്മാരെ കാണാൻ കഴിയാത്ത കാലയളവിൽ ദൈവം നോക്കുന്നത് വിശ്വസ്തരെയാ, വിശുദ്ധരെയാ, ദൈവഭക്തരെയാ. അങ്ങോട്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ ചർച്ചുകളിലും നമ്മുടെ കൂടിവരവുകളിലും ഒക്കെ നല്ല ദൈവഭക്തരെ വാർത്തെടുക്കുന്ന ഒരു ശുശ്രൂഷ ഈ അരോമ ടിവിയിൽ കൂടെ, കർത്താവിന്റെ വിലപ്പെട്ട ദാസനിൽ കൂടെ കർത്താവ് ഈ കാലയളവിൽ ചെയ്യട്ടെ. ഈ TV പ്രോഗ്രാം ഒക്കെ അനേക ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, അനേക രോഗികൾ സൗഖ്യമാകുവാൻ, അനേക പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ഈ അരോമ ടിവിയിൽ കൂടെ ഒക്കെ പല പൈശാചിക ശക്തികളൊക്കെ അലറി ഓടുന്ന ഒരു മണ്ഡലത്തിലേക്ക് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരോമ TV മിനിസ്ട്രിയെ വളർത്തിക്കൊണ്ടുവരികയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയാം. ഈ കാലയളവിൽ കഴിഞ്ഞ ഈ ദീർഘകാലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളുടെ ശുശ്രൂഷ, ചില അതിശയങ്ങളുടെ ശുശ്രൂഷ ഈ അരോമ ടിവിയിൽ കൂടെ ദൈവം ചെയ്തെടുക്കും. ചില ഇടങ്ങളിലൊക്കെ ഭൂതം കൂട്ടമായി ഇറങ്ങിപ്പോകുന്ന മണ്ഡലം ഈ ശുശ്രൂഷകൾ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയാം. അതുകൊണ്ട് കർത്താവിന്റെ ദാസനെ അരോമ TV ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ ദാസനോടുകൂടെ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ എല്ലാ ദാസിദാസന്മാരെയും ഈ TV പ്രോഗ്രാമിൽ വന്ന് വചനം ദീർഘനാളായിട്ട് കേൾക്കുന്ന, ഇനിയും കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ അനേകർക്ക് വലിയ മുതൽക്കൂട്ടാക്കി തീർക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ പാവപ്പെട്ടവന് ദൈവം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിന്റെ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ ഒരു സാക്ഷിയായി തീരുവാൻ, കർത്താവിന്റെ നടത്തിയ വിധങ്ങൾ ഓർത്ത് നിങ്ങളുമായിട്ട് ആ സാക്ഷ്യം പങ്കുവെക്കാൻ കർത്താവിന്റെ ദാസൻ ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമില്ല. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അവനെ സ്നേഹിച്ചാൽ, അവന്റെ ഇഷ്ടം ജീവിച്ചാൽ, അവന്റെ ഹിതത്തിന്റെ കേന്ദ്രത്തിലായിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഈ കാലയളവിൽ ദൈവം വലിയ ചെയ്യുമോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമേൽ ഈ ദിവസങ്ങളിൽ മറുപടി അയച്ച ദൈവം നിങ്ങളെ സഹായിക്കും. 2025 അവസാന മാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലൊക്കെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ വലിയ വലിയ ദൈവത്തിന്റെ നീതി വെളിപ്പെടും. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നമ്മുടെ ദൈവം യേശു മാത്രം, അവൻ സത്യദൈവം, ഏകദൈവം, നിത്യദൈവം. അല്ലെങ്കിൽ നമ്മുടെ പിതാവ്, നമ്മളെ സ്നേഹിക്കുന്നവൻ, നമ്മളെ കരുതുന്നവൻ, നമ്മുടെ പാറ, നമ്മുടെ ഉറപ്പുള്ള ഗോപുരം,
നമ്മുടെ നമ്മുടെ ആത്മദായകൻ, നമ്മുടെ സൗഖ്യദായകൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം നമ്മുടെ യഹോവ ജായറ, നമ്മളെ കരുതുന്നവൻ, നമ്മളെ നടത്തുന്നവൻ, ആ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് പൂർണ്ണ വിശ്വാസം അവനിൽ അർപ്പിച്ച് അവന് വേണ്ടി ജീവിച്ച് ഈ ദൈവത്തിന്റെ വചനം ഈ ദിവസങ്ങളിൽ ആഴമേറിയ രീതിയിൽ പഠിച്ച് വചനപ്രകാരം ജീവിപ്പാൻ നമുക്കെല്ലാവർക്കും കർത്താവ് ഒരിക്കൽ കൂടെ അവസരം തരട്ടെ. ഇത് ആ സമയം തന്നെ കർത്താവിന്റെ ദാസന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് ആശീർവദിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ബാല്യക്കാർ ക്ഷീണിച്ചു പോവും, യൗവനക്കാർ തളർന്നു പോവും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറുമെന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. വചനം അങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിൽ അത് വിശ്വസിക്കുന്നവരുടെ മേലും അത് പകർന്ന് അതങ്ങനെ സംഭവിക്കുവാൻ ഇടയായിത്തീരും. ക്രൈസ്തവ ലോകത്ത് അതിൻ്റെ ചരിത്രം നാം തിരിഞ്ഞു നോക്കുമ്പോൾ പെന്തക്കോസ്ത് ഉടലെടുത്തത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടിയാണ്. പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ കാത്തിരുന്നവരുടെ മേൽ പകർന്ന് അവരന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീനെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന അവരുടെ മേൽ വന്നപ്പോൾ ആ സാക്ഷ്യവുമേന്തി ശിഷ്യന്മാർ പുറപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവസന്നിധിയിൽ അവർ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന ആ നിമിഷങ്ങൾ എത്ര ധന്യമായ നിമിഷമാണ്. ആത്മാവിൻ്റെ നിറവും നിയോഗവും നിയന്ത്രണവും ഇല്ലാതെ ഉള്ള ശുശ്രൂഷകളൊക്കെ തന്നെ അത് വെറും ജൽപ്പനങ്ങൾ മാത്രമാണെന്ന് നമുക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 74 വയസ്സ് ഉള്ള ഒരാളാണ്. ഈ പ്രായത്തിലും അല്പം പോലും ഒട്ടും ചോർന്നു പോകാതെ ലഭിച്ചതായ അറിഞ്ഞതായ ആ സത്യത്തിനു വേണ്ടി ആ പ്രാപിച്ചതായ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിൽക്കുവാൻ കഴിയുന്നത് വാർദ്ധക്യത്തിൻ്റെതായ അല്ലെങ്കിൽ ശരീരത്തിൻ്റെതായ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ പരിമിതികളോ ഒന്നും വകവയ്ക്കാതെ ഇത്രത്തോളം സമയം വളരെ ശക്തമായി സംസാരിക്കുവാൻ ഇടയായി തീർന്നതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ സംസാരിക്കാൻ ഇരുന്നപ്പോൾ വന്നതായ ഒരു ഊർജമല്ല, പകരം അത് ലഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയും അനുദിനം ജീവിതത്തിലുടനീളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ ഒരു സാക്ഷ്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. അത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഓരോ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പല പ്രിയപ്പെട്ടവരും ഈ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ യൗവനത്തിൽ നന്നായിട്ട് ഓടി, ഞാൻ എൻ്റെ യൗവനത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു, ഇനിയും സീനിയർ സിറ്റിസണൊക്കെ ആയി ഇനിയും വിശ്രമിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവരോടെല്ലാമായിട്ട് ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു പ്രചോദനമായി തീരേണ്ടതിന് വേണ്ടി പറയട്ടെ. നമ്മൾ ആരംഭകാലത്തിൽ എന്തായിരുന്നു എന്നതിനേക്കാൾ ഉപരിയായി നാം അവസാനത്തിൽ നമ്മുടെ കർത്താവിനോട് അടുക്കുന്ന നിമിഷങ്ങളിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം കർത്താവിന് വേണ്ടി എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നുള്ളതിൻ്റെ റിസൾട്ട് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ നാം വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ നാം കേവലം ഒരു ശൂന്യമായ പാത്രം മാത്രമാണ്. കർത്താവ് ഒരിക്കലും നമ്മളെ ശൂന്യമായിരിക്കുവാനല്ല അവൻ നമ്മെ മെനഞ്ഞത്, അവൻ നമ്മെ സൃഷ്ടിച്ച് ആക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് ഈ മൺപാത്രങ്ങളിൽ ദൈവത്തിൻ്റെ ദാനമായി പകരപ്പെട്ടതിൻ്റെ ഉദ്ദേശം കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ, വേർപാടോടെ, വിശ്വസ്തയോടുകൂടി നിലകൊള്ളുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ അകമ്പടിയായി അന്യഭാഷ പറയുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം. കീബോർഡ് വായിക്കുമ്പോൾ അന്യഭാഷ പറയുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം. ഏതെങ്കിലും ഒരു സംഗീത അകമ്പടിയോടുകൂടി അതിൻ്റെ താളത്തിനൊത്ത് പറയുന്നതല്ല
അന്യഭാഷയോ പരിശുദ്ധാത്മാവോ എന്നുള്ള വസ്തുത ദൈവമക്കൾ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് കാലം മാറി, കാലത്തിനനുസരിച്ച് പെന്തക്കോസ്ത് സഭ വലിച്ചിഴക്കപ്പെടുന്നുവോ എന്ന് സംശയിച്ചു പോകുന്നു. ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകൾ തുലവും കുറഞ്ഞു പോകുകയാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനത്തിലുള്ള പഠനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ആരാധനയും വിശുദ്ധിയും വേർപാടും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. എന്നാൽ പലയിടങ്ങളിലും ഇതിലേതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ കാണും. എന്നാൽ വചനം അനുശാസിക്കുന്ന കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും കടന്നു വരുവാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ വരവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കുറവുള്ളതായി തന്നെ കാണുവാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നമ്മിൽ ഓരോരുത്തരിലും വലിയൊരു സ്വാധീനം ചെലുത്തുവാൻ ഇടയായിത്തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിശ്ചയമായും ഈ സാക്ഷ്യം അരോമ TV പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കുമെന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. ആകയാൽ ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ കർത്താവേ, ഇന്ന് കേട്ടതായ ഈ സാക്ഷ്യം, ഈ സന്ദേശം, ആമേൻ, ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ഏതെങ്കിലും ഒരു സാമ്പത്തിക വിഷയത്തിലുണ്ടായ ഒരു വിടുതലിനെ കുറിച്ചോ ഒരു ഡെലിവറൻസിനെ കുറിച്ചോ അല്ല പറഞ്ഞത്, ഒരു ഭൗമിക അഭിവൃദ്ധിയെക്കുറിച്ചുള്ള വിഷയമല്ല ഇവിടെ പ്രതിപാദിച്ചത്. ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ പല കാര്യങ്ങളും ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവ് നമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല എങ്കിൽ ബാക്കി എല്ലാ പ്രവൃത്തികളും അത് നശ്വരമാണ്. അത് ഈ ലോകത്ത് നാം വിട്ടേച്ച് പോകേണ്ടുന്നതാണ്. എന്നാൽ നിത്യതയ്ക്കായി നമ്മുടെ കാഹളനാദം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ നാം എടുത്തു കൊള്ളപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നാം കേട്ടേ മതിയാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നാം അതനുസരിച്ച് ക്രിസ്തീയ ജീവിതം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ മാത്രമേ ആ നിത്യതയ്ക്കായി നാം ഒരുങ്ങുവാനോ മുന്നോട്ട് പോകുവാനോ കഴിയുക സത്യം മറന്നു പോകരുത്. ആകയാൽ ദൈവസന്നിധിയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, ആത്മമണ്ഡലത്തിൽ ബലഹീനരായിരിക്കുന്നുവെങ്കിൽ, തളർന്നു പോയെങ്കിൽ, ഏതെങ്കിലും പ്രസംഗം കേട്ടിട്ടോ ഏതെങ്കിലും സഭയിൽ പോയിട്ടോ ഏതെങ്കിലും വ്യക്തിയുടേതായ സ്വാധീനത്തിലോ ഏതെങ്കിലും സാഹചര്യത്താലോ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയവർ, ആത്മനിറവിൽ മുന്നേറുവാൻ കഴിയാത്തവർ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളമായി അധികമായി ഇന്ന് നമ്മുടെ മേൽ പകരുന്ന നിമിഷമാണ്. ആകയാൽ ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഏകാഗ്ര ഹൃദയത്തോടെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എന്നെ നിറയ്ക്കണമേ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ ഞാനായിത്തീരുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അരോമ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം കൂടി ആമേൻ ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒന്നിച്ച് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ TVയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വചനം കേട്ട അല്ലെങ്കിൽ എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും പ്രേക്ഷകരെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും യേശുവിനെ കർത്താവിന് രക്ഷമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അവരുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കട്ടെ. ആരെങ്കിലും പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വരട്ടെ. ആ വിശ്വാസങ്ങളെ ദൈവവചനത്തിൽ ഉറപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ദൈവജനത്തിൻ്റെ മേൽ പകരട്ടെ. ഈ പ്രയർ ലൈനിലുള്ള ഈ അരോമ TVയിലുള്ള രോഗികളെ സൗഖ്യമാക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം പ്രയറിൽ കൂടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലുള്ള എല്ലാ പ്രേക്ഷകരെയും അങ്ങയുടെ നാമം ചൊല്ലി ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇവരെല്ലാവരും നിത്യതയെ കാണുവാൻ, കർത്താവിൻ്റെ പാതയെ പിൻപറ്റുവാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ഈ അരോമ TVയിൽ ദൈവവചനം കേട്ട ആരും അവരുടെ നിത്യത നഷ്ടപ്പെടാതെ അവരുടെ പേരെല്ലാം ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടെന്നുള്ള ഉറപ്പുള്ളവരായി അവരെല്ലാം നിത്യതയിൽ കാഴ്ചവെക്കുവാൻ ഈ അരോമ TV അതിന്റെ മിനിസ്ട്രി കർത്താവ് കാരണമാക്കി തീർക്കണം. ഒരിക്കൽ കൂടെ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കായിട്ട് പ്രേക്ഷകർക്കായിട്ട്
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം അവരുടെ ജീവിതത്തിൽ കൂടെ മഹത്വം എടുക്കണം. കർത്താവിന്റെ ദാസനെ ആശീർവദിക്കണം, ശുശ്രൂഷകളെ വാഴ്ത്തണം. ഒരു കാലങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഇതിൽ കൂടെ കേട്ട് കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ കർത്താവ് ആക്കണം. പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തില് നിന്റെ മക്കളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നു. ഭൗതിക മേഖലയിൽ, ശാരീരിക മേഖലയിൽ, ആത്മീയ മേഖലയിൽ, സാമ്പത്തിക മേഖലകളിൽ, എല്ലാ മേഖലയിലും കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിച്ച് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം എല്ലാവരും വെളിപ്പെടണം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ആത്മനിറവോടുകൂടി ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളായ നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന വാട്സപ്പ് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com